ആരാധനയ്ക്ക് ശേഷം മാറ്റമില്ലാത്ത വചനത്തിലേക്ക് ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് അടുത്തു വരികയാണ്. കർത്താവെ, ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് വേണ്ടത് കർത്താവെ നിന്റെ ശബ്ദം, നിന്റെ ആലോചന, നിന്റെ നടത്തിപ്പുകളെ, നിന്റെ ഹിതത്തെ എല്ലാം അറിയുവാൻ അങ്ങയുടെ വചനത്തെ ഇന്ന് പകൽ നേരം കർത്താവെ ധ്യാനിക്കുവാൻ പരിശുദ്ധ പിതാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ദൈവവചനത്തിന് മുമ്പാകെ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപ ചെയ്യണമേ. നിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനവധി പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ, കണ്ണുനീരുകളുടെ എല്ലാ നടുവില യേശു ക്രിസ്തുവിന്റെ ആശ്വാസകരം ഞങ്ങളെ ഇന്നും ബലപ്പെടുത്തുവാനുള്ളതിനായി സ്തോത്രം. ഇന്ന് ഉപവാസത്തോടെ നിന്റെ സന്നിധിയിലായിരിക്കുന്നുവല്ലോ. കർത്താവെ, കൃപ ചെയ്യണം, ബലപ്പെടുത്തണമേ. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, ഓൺലൈനിലും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വിഷയങ്ങളിൽ ദൈവശബ്ദം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പാ ഇന്ന് പകൽ നേരം ഞങ്ങളോട് കൂടിയിരിക്കണം, ബലപ്പെടുത്തണം, കാത്തു സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധനാമം തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് സഹായിച്ച എല്ലാവിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കുവാൻ ഇന്ന് പകൽ നേരം ഇടയാകട്ടെ. ഉപവാസത്തോടു കൂടി ആയിരിക്കുന്നല്ലോ നമ്മൾ പലരും. കർത്താവിന്റെ കരം നമ്മളെ ബലപ്പെടുത്തട്ടെ. പോരാട്ടങ്ങളും വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം നമുക്ക് ജയമായി ഇവിടെയുണ്ട്. ആമേൻ. നമ്മളൊന്നിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് വിശ്വസ്തയോടുകൂടെ നമ്മളുടെ നടുവിലുണ്ട്. സ്തോത്രം. നമുക്ക് ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തട്ടെ. യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ആമേൻ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വാക്യമാണ്. ഈ ഭാഗത്തിൽ നിന്ന് സംസാരിക്കുവാൻ എനിക്ക് നിയോഗം നൽകിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ചില തലങ്ങളെ അറിയിച്ചു തരുവാനും ഇടയായി തീർന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ. യാക്കോബ് ഏലിയാവിനെ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കണ്ടത്. ഏലിയാവിനെ കുറിച്ച് ഇവിടെ യാക്കോബ് ഇവിടെ പറയുന്ന കാര്യമെന്ന് യാക്കോബ് ഏലിയാവിനെ കുറിച്ച് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി നമ്മെ പോലെ തന്നെ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു. ഒരു മാറ്റമില്ല. യാക്കോബ് ഉദ്ദേശിച്ചത് തന്നെയാണ്. ഏലിയാവ് നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന വ്യക്തിയാണ്, നമ്മളെ പോലെ തന്നെ സംസാരിക്കുന്ന വ്യക്തിയാണ്, നമ്മളെടുത്ത പോലെ പല തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്ന് വൈകുന്നേരം ഈ വചനം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. നമ്മൾ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്, യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അതുപോലെ നമ്മുടെ പാപ സ്വഭാവങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന പാപങ്ങളെ നമ്മുടെ നാവ് എങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ കണ്ണുകൾ എങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് വ്യക്തമാക്കി തരുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേഖനത്തിന്റെ അകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണം എന്നത് വ്യക്തമാക്കുന്ന ഒരു അധ്യായം തന്നെയാണ് യഥാർത്ഥത്തിൽ യാക്കോബിന്റെ ലേഖനം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശേഷിച്ച് നമ്മുടെ ശരീരത്തിൽ പരമപ്രധാനമായ ഒരു അംഗം, പരമപ്രധാനമായ ഒരു ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ നാവാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം എന്നുള്ളത്. അപ്പോൾ മനുഷ്യന്റെ നാവിന്റെ പ്രസക്തി എന്താണ്? നമ്മുടെ സംസാരത്തിന്റെ പ്രാധാന്യം എന്താണ്? നാം നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അത് സൂക്ഷിക്കണം.
കാരണം ആ നാവ് കൊണ്ട് ഉളവാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും സവിസ്തരം വിശകലനം ചെയ്യുന്ന ഭാഗങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിലുണ്ട്. ഈ യാക്കോബിന്റെ ലേഖനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മനുഷ്യന് പോരാട്ടമുണ്ട്, പരീക്ഷയുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതിന്റെ ആമുഖ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാം അധ്യായത്തിന്റെ നമ്മൾ കാണുന്നത് മനുഷ്യൻ പരീക്ഷ സഹിക്കുക എന്നുള്ള വിഷയത്തിലാണ്. ഞാനിത് പറയാൻ കാരണം, ഈ നമ്മൾ വായിച്ച നമ്മുടെ കുറിവാക്യത്തെ നോക്കുമ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് പറയുമ്പോൾ, ഏലിയാവിന്റെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്ത് 5-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ യാക്കോബ് 1-ാം അധ്യായത്തിൽ മുതൽ ആരെയാണ് ഹൃദയത്തിൽ കണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വിഷയം വ്യക്തമാക്കുന്ന യാക്കോബ് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ കണ്ടത് ഏലിയാവിന്റെ ജീവിതത്തിലെ പരീക്ഷകളും ഏലിയാവിന്റെ ജീവിതത്തിൽ തന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്റെ ജീവിതം കടന്നുപോയ അസാധാരണമായ പ്രതിസന്ധിയും ഇതെല്ലാമാണ് യാക്കോബ് ഏലിയാവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ആമേൻ. ഏലിയാവ് കടന്നുപോയ അസാധാരണമായ വഴികൾ, അല്ലേ? ഏലിയാവ് കടന്നുപോയ അസാധാരണമായ വഴികളിലെ എല്ലാ അനുഭവങ്ങളെ കുറിച്ചാണ് യാക്കോബ് ഇവിടെ എഴുതുന്നത്. അതിന്റെ 1-ാം അധ്യായവും 2-ാം അധ്യായവും എല്ലാം നമ്മൾ ആ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. 3-ാം അധ്യായം നാവിനെ കുറിച്ച് പറയുന്നു. 4-ാം അധ്യായത്തിൽ ലോകത്തിലെ മോഹം, ജഡമോഹം, ലോകത്തിലെ ഇച്ഛകൾ, ഇതെല്ലാം പറയുന്നു. ഞാനിത് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതായത് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി, ലോകത്തിന് വേണ്ടിയല്ല, നമ്മളുടെ ലോകത്തിലെ യാതൊരു ബന്ധങ്ങൾക്കും വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, ആമേൻ, എല്ലാവർക്കും ദൈവവചനം ബാധകമല്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ദൈവവചനം ബാധകമാകുന്നുള്ളൂ. ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനങ്ങൾ അതിൻ്റെ സ്വയസ്ഥിതിയിൽ തന്നെ വചനത്തിന്റെ അനുശാസനം അനുസരിച്ചുള്ള ഉപദേശത്തിന് വേണ്ടി എഴുതപ്പെട്ടിരുന്നു. എന്നാൽ ആ വചനങ്ങൾ നമ്മളുടെ ഓരോ അവസ്ഥകൾക്ക് വേണ്ടി നമ്മൾ വളച്ചൊടിച്ചു എന്ന് വെച്ച് യഥാർത്ഥത്തിലെ അർത്ഥം ഒരിക്കലും മാറുന്നില്ല. ഒരിക്കലും മാറില്ല. ഒരിക്കലും അതിന്റെ അർത്ഥം മാറത്തില്ല. എനിക്ക് സുഖം കിട്ടാനൊരു വാക്യം, എനിക്ക് ആശ്വാസം വരാനൊരു വാക്യം, ഇതിനൊന്നുമല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ എഴുതപ്പെട്ട വചനം ആരോടാണ്? ആ വചനം അനുശാസിക്കുന്ന രക്ഷാ പദ്ധതിക്കകത്തൂടെ പ്രവേശിക്കുന്നവർക്ക് എഴുതപ്പെട്ട വചനവും ഇത് എഴുതിയ ആത്മാവും ആ ആത്മാവിന് പകർന്ന ക്രിസ്തുവും ആ പുത്രനെ പകർന്ന അകച്ച സ്വർഗീയ പിതാവും അവരോടുകൂടി ഉണ്ട്. അവർക്ക് ഇത് ബാധകമാകുന്നുള്ളൂ. അവർ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. എന്നാൽ സ്വർഗത്തിലെ പിതാവിന്റെ വലിയ കരുണ എന്ന് പറഞ്ഞാൽ ഈ വചനം ഓരോ കോപ്പി ഓരോ മനുഷ്യർക്ക് വില കൊടുത്ത് മേടിക്കാവുന്ന അവസ്ഥയിൽ ഈ ഭൂമിയിലാക്കി, അല്ലേ? ഓരോരുത്തരും വായിച്ച് രക്ഷയുടെ അനുഭവം അറിഞ്ഞ് രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടാം. പക്ഷേ ഈ വചനങ്ങൾ അതിന്റെ തനതായ സ്ഥിതിയിൽ ഒരർത്ഥം ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാനിത് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും. നമ്മളിപ്പോൾ 1-ാമത്തെ അധ്യായം, നമ്മളിപ്പോൾ യാക്കോബിന്റെ ലേഖനം ചിന്തിക്കാനല്ല വന്നത്. എനിക്ക് മറ്റൊരു വിഷയം പറയാനുണ്ട്. അതിന് ഈ ഫൗണ്ടേഷൻ ഇട്ടാലേ എനിക്ക് പറ്റത്തുള്ളൂ. യാക്കോബിന്റെ ലേഖനം നമ്മൾ വരുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 1-ാം അധ്യായത്തിന്റെ അകത്ത് വരുമ്പോൾ അതിന്റെ 1:12 നമ്മൾ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കോട്ട് ചെയ്യുന്ന ഭാഗമാണ് 1:12, അല്ലേ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. കണ്ടോ? അപ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. ഇതാണ് ഇതിന്റെ മേലുള്ള പ്ലാൻ. വിളിക്കപ്പെട്ടവർ ജീവകിരീടം പ്രാപിക്കുക എന്നുള്ള വലിയൊരു പദ്ധതിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവരാജ്യം അവകാശമാക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാൽ ഒരു ശേഷിപ്പുണ്ട്. നാം തെരഞ്ഞെടുപ്പിനാൽ കർത്താവിന്റെ കൃപയിലേക്ക് വന്നതാണ്. ആമേൻ.
കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ 12-ാം വാക്യം നമ്മൾ വായിച്ചു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ സ്തോത്രം കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. സ്തോത്രം. എന്നാൽ നമ്മളുടെ തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ പരീക്ഷ സഹിക്കേണ്ടവൻ ആരാ? എല്ലാവർക്കും പരീക്ഷയുണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവർക്കും പരീക്ഷയുണ്ട് അല്ലേ? അവരെ ദൈവം പണിതെടുക്കുന്നു. ദൈവത്തിന്റെ വലിയ കാര്യപരിപാടിക്ക് വേണ്ടി ദൈവം മോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആർക്കാണ് പരീക്ഷ വരുന്നത് അതറിയണ്ടേ? നമ്മളതിൻ്റെ സ്തോത്രം സ്തോത്രം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ പരീക്ഷ ആർക്കാ വരുന്നത്? ഒന്നും കൂടെ വായിച്ചേ. 1-2. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അപ്പോൾ അശേഷം സന്തോഷമെന്ന് എണ്ണേണ്ടത് എപ്പോഴാണെന്നറിയോ? പരീക്ഷ സഹിക്കുമ്പോഴാണ്. എന്താണ്? നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയല്ല. നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് നമ്മുടെ ബൈബിൾ സ്റ്റഡി അല്ല. നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് ഈ പറയുന്ന നമുക്ക് കഴിയുന്ന ഒന്നും നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കഴിയത്തില്ല. ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചെയ്യാൻ കഴിവുള്ള, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് നമ്മളല്ല, നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടത് മറ്റൊരുത്തനാണ്, നമ്മുടെ കർത്താവാണ്. നമ്മുടെ ദൈവത്തിന് മാത്രമേ നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. കാരണം വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം എടുക്കുന്ന മാനദണ്ഡം എന്താണെന്നറിയാവോ? പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷ സഹിക്കുമ്പോൾ, പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരുവന്റെ ജീവിതത്തിൽ വിശ്വാസം വരുന്നത്. ആർക്കെങ്കിലും വിശ്വാസമില്ലാത്തതായിട്ട് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇതുവരെ അവന്റെ ജീവിതത്തിൽ പരിശോധന വന്നിട്ടില്ല. പരിശോധന വരാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയത്തില്ല. അവൻ മതത്തിന്റെ വക്താവായിരിക്കും, അല്ല മതത്തിന്റെ ഒരു വ്യക്തിയായിട്ട് തീർന്നു. എന്നും പള്ളിയിൽ പോകണം, ഒരു ഭാഗം വായിക്കണം, പ്രസംഗം കേൾക്കണം, കർത്തൃമേശ കൂടണം എന്ന് മാത്രമുള്ള ആചാരത്തിന്റെ ഭാഗമായിട്ടിരിക്കും. അവന് വിശ്വാസമില്ല. ആചാര അനുഷ്ഠാനങ്ങളിലുള്ളവൻ സഭയ്ക്കകത്തുണ്ടെങ്കിലും അവൻ ഒരിക്കലും വിശ്വാസിയല്ല. അവൻ മതത്തിന്റെ ഒരു ഘടകം മാത്രമാകുന്നുള്ളൂ. അവന് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. വിശ്വസിക്കുന്ന എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ വരുമ്പോഴാണ് നമുക്ക് വിശ്വാസം ഉളവാകുന്നത്. ചുരുക്കി പറഞ്ഞ നമ്മുടെ കയ്യിൽ ഉളവാകുന്നതല്ല യഥാർത്ഥത്തിൽ വിശ്വാസം. ഇത് ദൈവം നമുക്ക് നൽകേണ്ടതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് പ്രവർത്തികൾ കാരണമല്ല. കാരണം ആ വിശ്വാസം ദൈവം നൽകിയിരിക്കുന്ന കൃപയാണ്. അപ്പോൾ ആ കൃപ എങ്ങനെയാണ് നമ്മളിൽ വരുന്നത്? നാം പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസം വരുന്നത്. ഒരുവൻ കർത്താവിന് വേണ്ടി ബോൾഡായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള കഷ്ടത ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. അപ്പോൾ കഷ്ടത വരുമ്പോൾ നമ്മൾ ഇപ്പൊ ചോദിക്കുമ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാം കഷ്ടത അനുഭവിക്കണം. അതെന്താ? ഈ ലോകത്തിൽ ആർക്കാണ് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത, ആർക്കാണ് തലമുറയെ കുറിച്ചുള്ള പ്രയാസമില്ലാത്തത്? അതൊന്നും അല്ല ഈ വചനം പറയുന്നത്. അതെല്ലാ മനുഷ്യർക്കും, നോക്കി ജീവശ്വാസത്തോടെ ഭൂമി ജനിച്ച സകല മനുഷ്യർക്കും ഉണ്ട്. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന വാക്യം അങ്ങനെയുള്ളവർക്കല്ല, വീണ്ടും ജനിച്ചവരോടാണ് അവർ സംസാരിക്കുന്നത്. ദൈവവചനം സംസാരിക്കുന്നത് വീണ്ടും ജനിച്ചവരോടാണ്. പാപികളോട് ദൈവവചനം സംസാരിക്കുന്നില്ല. പാപികളോട് ഒന്നേ സംസാരിക്കുന്നുള്ളൂ, നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നീ വേർപെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം. ഇതാണ് അവൻ കേൾക്കേണ്ട ദൂത്. അല്ലാതെ അവൻ യാക്കോബിന്റെ ലേഖനം എടുത്തിട്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കണ്ടോ, ഞാൻ എത്രത്തോളം കഷ്ടം സഹിക്കുന്നു, ഒരർത്ഥവും ഇല്ല. അതുകൊണ്ട്
ആദ്യം രക്ഷിക്കപ്പെടണം, ക്രിസ്തുവിൽ വരണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. ഇതെല്ലാം നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് പരീക്ഷ സഹിക്കുക എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. കാരണം ക്രിസ്തുവിനെ ധരിച്ചിട്ടാണ് കഷ്ടം സഹിക്കേണ്ടത്, ക്രിസ്തുവിനെ ധരിക്കാതെയല്ല കഷ്ടം സഹിക്കേണ്ടത്. അത് ഒത്തിരി പേര് ക്രിസ്തുവിനെ ധരിക്കാതെ കഷ്ടം സഹിക്കാൻ, അതായത് രക്ഷിക്കപ്പെടാതെ കഷ്ടം സഹിക്കാൻ ഒത്തിരി പേരുണ്ട്. അവരുടെ കഷ്ടങ്ങളും കണ്ണുനീരും പറയാനും അതിന്റെ പിന്നാലെ നടക്കാനും ഒത്തിരി പ്രസ്ഥാനം. അതൊക്കെ വചനപ്രകാരം വചനവിരുദ്ധമാണ്, അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ എന്താണ്? രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിലാണ് പരീക്ഷകളും കഷ്ടങ്ങളും വരുള്ളൂ. അതെന്തിനായിട്ടാണ് ദൈവം അനുവദിക്കുന്നത്? അവന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനാണ്, അവന്റെ വിശ്വാസത്തിൽ കർത്താവിനെ ഉറപ്പിക്കുവാനാണ് ആ കഷ്ടത ജീവിതത്തിൽ കർത്താവ് നൽകുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം. അതിനായിട്ടാണ് 1-2 വായിക്കുമ്പോൾ നമ്മൾ വായിച്ചത്, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അടുത്തത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത, അല്ലെ? 3-ാം വാക്യം എന്നാ വായിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. അതായത് നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടി ഉറച്ച് ചിലർ ഉറപ്പോടുകൂടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് വെറുതെ നടക്കുന്നതല്ല. നമ്മൾ നല്ല നല്ല ഉടുപ്പ് വിട്ട് പോയി ഇങ്ങനെ ഞെളിഞ്ഞു നിന്നാലും അങ്ങനെ വരുന്നതല്ല. അത് ആത്മാവ് നൽകുന്നതാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ആ കൃപ നൽകുന്നതെന്ന് അറിയാവോ? അവനെ പരിശോധിച്ച് അവനെ ഉറപ്പിക്കുന്നതാണ് ദൈവം. പരിശോധിച്ച് ഉറപ്പിക്കുന്നതാണ് ദൈവം. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പരിശോധനയില്ലാത്ത ഒരുവൻ ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്തിനാണ് ഈ നാമം ധരിച്ചിട്ട് ഈ കഷ്ടം സഹിക്കുന്നത്? ലോകപ്രകാരം നോക്കിയാൽ ലാഭങ്ങളൊന്നുമില്ല. ഉണ്ടോ? പ്രത്യേകിച്ച് കാണത്തക്ക നിലവാരത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു പ്രോഫിറ്റ് ഈ കർത്താവിന്റെ നാമം ധരിച്ചാൽ ലഭിക്കത്തില്ല. എന്നാൽ ആ ലാഭമല്ല, അവന്റെ നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ അതിനെ ഗവനിച്ച് ഒരുങ്ങിയിരിക്കുന്നവന് മാത്രമാണ് ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന കാര്യം മനസ്സിലാകത്തില്ല. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? മറ്റൊരു വിഷയത്തിലേക്ക് പറഞ്ഞെത്താനുണ്ട്. അതിനാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. നമുക്ക് 2-3 വാക്യം കൂടെ വായിക്കാം. എൻ്റെ കൂടെ ഒന്ന് വേഗം വായിച്ചാൽ താഴേക്ക് പോകുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. അടുത്ത വാക്യം, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ ഇവിടെ ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത്. എന്തൊക്കെയാണ്? കുറവില്ലാത്ത അവസ്ഥ, തികഞ്ഞ അവസ്ഥ, സമ്പൂർണതയുള്ള അവസ്ഥ. അടുത്തത് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി. നമ്മുടെ എല്ലാം പ്രവൃത്തി സ്ഥിരതയുള്ള പ്രവൃത്തിയല്ല. ഇപ്പോൾ ഒന്ന് പറഞ്ഞ് അടുത്ത നിമിഷം വേറെ പറഞ്ഞ് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നു. മനസ്സിലായി? അതാണ് പാപത്തിന്റെ പ്രകൃതി. ചിലരിൽ ഈ പ്രശ്നമുണ്ട്. ചിലരിൽ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ അകത്ത് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രവർത്തിച്ചു വരുമ്പോൾ അത് ഓപ്പോസിറ്റ് സ്റ്റേജിലായി പോകും. കാരണം വിപരീത ഫലം ഉളവാകും. ആമേൻ. വിപരീത ഫലം ഉണ്ടാകും. കാരണം തന്നെ അങ്ങനെയുള്ളവർക്ക് എന്തില്ല? സ്ഥിരതയില്ല. അപ്പൊ സ്ഥിരത വരാനാണ് ദൈവം പരീക്ഷിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഇപ്പോഴും വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയില്ലാതെ ഇരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകേണ്ടത് എന്താണെന്നറിയാമോ? ഇതുവരെ ദൈവത്തിന്റെ സന്ദർശനം അവനിൽ വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു വായിലെ വെള്ളം വറ്റിക്കുകയല്ലാതെ ചിലർക്കൊരു മാറ്റം വരാതിരിക്കുന്നതിന് കാരണം വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇതുവരെയും ദൈവിക പരീക്ഷയിലേക്ക് വന്നിട്ടില്ല, പരിശോധനയിലേക്ക് വന്നിട്ടില്ല. ദൈവിക പരിശോധന വന്നാൽ എന്തൊക്കെ വരും? ആ 3 കാര്യങ്ങൾ വരും. എന്തൊക്കെയാണ്? ഒന്ന് തികഞ്ഞ അവസ്ഥ, തികഞ്ഞവരും സമ്പൂർണരും. കണ്ടോ? സ്ഥിരതയുള്ള അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത് വരിക എന്ന് പറഞ്ഞാൽ ഇത് കർത്താവിനാലേ ഇത് സംഭവിക്കത്തുള്ളൂ. കാരണം ആത്മാവിനാൽ നമ്മുടെ ആത്മാവ് ഹല്ലേലൂയ ബലപ്പെടുമ്പോൾ നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ നമ്മുടെ അകമേ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, നമ്മുടെ ആത്മാവിനെ അനുസരിക്കത്തക്ക നിലവാരത്തിൽ അനുസരണം പഠിച്ചേ മതിയാകത്തുള്ളൂ. പാപത്തിൽ നിന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ജഡം പറയും. ജഡത്തിന് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, അല്ലേ?
ഓരോ ആശകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ജഡം പറയുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്നു. നമ്മുടെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം, ഈ പുറമെയുള്ള ജഡത്തിന് ഒത്തിരി ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട്. അതനുസരിച്ച് എന്റെ ആത്മാവ് പോയാൽ നിത്യ മരണത്തിലേക്ക് ചെന്ന് വീഴും. അതിനെന്ത് വേണം? ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ജഡത്തിന്റെ മോഹങ്ങളെ മരിപ്പിക്കണം. ഇതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് യേശു ക്രിസ്തു നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജയിച്ച് മുന്നേറുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിശോധിക്കുവാൻ തുടങ്ങും. അഭിഷേകം ഉള്ളവനെ പരിശോധിക്കാൻ തുടങ്ങും. ആ പരിശോധനയിലാണ് നമുക്ക് സ്ഥിരത വരുന്നത്. ഒരുവൻ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നത് ഈ സ്ഥിരത കൊണ്ടാണ്. ഒരുവന് ക്രിസ്ത്യ ജീവൻ നയിക്കുന്നത് ഈ സ്ഥിരത കൊണ്ടാണ്. അതെങ്ങനെയാ വരുന്നത്? നമ്മുടെ ശക്തി കൊണ്ടല്ല. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോഴാണ് നമുക്കത് നിലനിൽക്കുവാൻ ഇടയായി തീരുന്നത്. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇത് തിരിച്ചറിയണം. അപ്പോൾ അടുത്ത 2-3 വാക്യങ്ങൾ വായിച്ചാട്ടെ, വേഗം വായിച്ചേ. നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോടും യാചിക്കട്ടെ. എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? ഇവിടെ സ്തോത്രം, നിങ്ങളിൽ ഒരു ജ്ഞാനം കുറവാണല്ലോ. അപ്പോൾ പരിശോധന ഇല്ലാത്തവന് ജ്ഞാനം വരത്തില്ല. അവന് പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാത്തില്ല. പറയുന്നതും ചെയ്യുന്നതെല്ലാം വചനത്തിന്റെ വെളിച്ചത്ത് നോക്കിയ പൊട്ടത്തരങ്ങളാണ്. അങ്ങനെയുള്ളവരുണ്ട്. എന്തുകൊണ്ടാണ്? പരിശോധന ജീവിതത്തിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവിൽ നമ്മൾ നിറയപ്പെടുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുവാൻ ദൈവകൃപയിൽ നമ്മൾ ആശ്രയിച്ച് ദൈവത്തിന്റെ കരത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപകളെയും വരങ്ങളെയും തരുമ്പോൾ തന്നെ ദൈവം തരുന്ന കൃപകളും വരങ്ങളും നമ്മളിൽ നിലനിൽക്കാനാണ് പരിശോധന വെച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരിശോധന വരുന്നത് നമ്മളിൽ വരുന്ന ഈ ജ്ഞാനം, ഈ തിരിച്ചറിവ് നമ്മളിൽ എങ്ങനെയാ വസിക്കുന്നത്? ഇത് നമ്മളുടെ പരീക്ഷ, നമ്മുടെ ജീവിതത്തിൽ പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മളിൽ ജ്ഞാനം വരുന്നത്. അപ്പോൾ അങ്ങനെ ജ്ഞാനം പ്രാപിച്ചിരിക്കുന്നവരോട് യാക്കോബ് പറയുക, നിങ്ങളിൽ ഒരുവൻ ഈ ജ്ഞാനം, ദൈവിക പരിശോധന വന്നു കഴിഞ്ഞ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വരുന്നത് ദൈവത്തിന്റെ പരിശോധനയാലാണ്. അപ്പൊ എങ്ങനെയാ ദൈവിക പരിജ്ഞാനം വരുന്നത്? ദൈവിക പരിശോധന അനുഭവിക്കുന്നവന് മാത്രമേ ദൈവിക പരിജ്ഞാനം ലഭിക്കുന്നുള്ളൂ. ആ പരിജ്ഞാനം ലഭിച്ച് നമ്മൾ സ്ഥിരതയുള്ള പ്രവർത്തിക്ക് നമ്മെ പരിശുദ്ധാത്മാവ് പ്രാപ്തരാക്കി നമ്മളെ കൊണ്ട് സ്തോത്രം ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ആത്മാവിൽ നയിക്കുമ്പോൾ അവിടെ നമ്മൾ സ്ഥിരതയില്ലാത്ത പ്രവൃത്തി, വ്യക്തതയില്ലാത്ത പ്രവൃത്തി, ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറയുക, നമ്മളിപ്പോ പറഞ്ഞ ഇച്ചിരി ജ്ഞാനം കുറവായ ഒരുത്തനെ കണ്ടാൽ നമ്മൾ അവനെ പൽസിക്കരുതെന്ന്. പിന്നെ എന്നാ വേണോന്നാ പറയുന്നത്? ഈ യാചിക്കുമ്പോ എന്നാ പറ്റും? അല്ല, ഈ ജ്ഞാനം എങ്ങനെയാണ് ലഭിക്കുന്നത്? എങ്ങനെയാ ലഭിക്കുന്നത്? അവനെയും ദൈവം ശോധന ചെയ്യാൻ തുടങ്ങും. അല്ലാതെ എങ്ങനെയാണ് ലഭിക്കുന്നത്? നമുക്ക് ലഭിച്ചത് ശോധനയിലൂടെ പോയപ്പോഴാണ് നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചത്. മറ്റൊരു ജ്ഞാനം കുറവായിരിക്കുന്നെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? അവനെയും അതേ പരിശോധനയിലൂടെ ദൈവം വിടും. അങ്ങനെ ദൈവത്തെ അറിയുവാൻ ദൈവം ഇടയാക്കും. ചുരുക്കി പറഞ്ഞ നമ്മുടെ ചുറ്റും നടക്കുന്ന അനേക ശോധനകൾ കാണുമ്പോൾ നമ്മൾ ഗ്രഹിക്കണം, ഇത് അനേകർക്ക് ദൈവം അറിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അനേകരെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുക, അനേകർക്ക് ആത്മീകമായി പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. അത് വളർച്ച വരികയാണ്. വളർച്ച വന്നവർക്ക് മാത്രമേ സ്ഥിരത ആത്മീയത്തിൽ ഉണ്ടാകത്തുള്ളൂ. അല്ല, വെറുതെ ഒന്നും ഉണ്ടാകില്ല. തലേ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകണം, അങ്ങനെയൊന്നും വരുന്ന സാധനമല്ല ഇത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വരുന്നതാണോ? പ്രതീക്ഷിക്കാത്ത കഠിനമായ ശോധനകൾ ജീവിതത്തിൽ വരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മളിവിടെ ആമേൻ പറഞ്ഞു. പക്ഷെ ശ്രദ്ധിക്കണം, ഈ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ അവസാനം എഴുതി വെച്ചേക്കുന്നു ഏലിയാവിനെ കുറിച്ച്. പക്ഷെ ഏലിയാവ് ഇങ്ങനെയൊക്കെ ആയിരുന്നോ? ഒരു ചോദ്യമാ അല്ലേ? നമുക്ക് ഏലിയാവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം.
എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വന്ന ഏലിയാവിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് എടുത്തിട്ട് നമുക്കൊന്ന് മടങ്ങി വരാം. എന്നാൽ ആദ്യം ഈ ഭാഗങ്ങൾ ഒന്ന് വായിച്ച് തീരട്ടെ. ഒന്ന് വായിച്ച് സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം നമ്മളിപ്പോൾ വായിച്ച സ്തോത്രം അവിടെ വായിക്കുന്നത് 5-ാം അധ്യായം 5-ാം വാക്യം വായിച്ച് 1-5 വായിച്ച് കൊടുക്കുന്ന ദൈവം അവന് യാചിക്കട്ടെ, ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ എന്ന് വായിച്ച് 6-ാം വാക്യം. അപ്പോൾ അവന് ലഭിക്കും. വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അടിയുന്ന കടത്തേക്ക് സമൻ. അടുത്തത് ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ആരെ കുറിച്ചാ പറയുന്നത്? വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് സ്ഥിരതയില്ലാതെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കത്തില്ലെന്നാ പറയുന്നത്. നമ്മളുടെ വിശ്വാസകോളത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി പേര് ഈ സ്ഥിരതയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അലച്ചുകുത്തി പ്രാർത്ഥിക്കും. എന്താ പറയുന്നത്, വെള്ളത്തിന്റെ മുകളിൽ വരയ്ക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് തന്നെത്താൻ ദൈവത്തിലേക്ക് വരുന്നില്ല. അവരെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന അവര് ദൈവസന്നിധിയിലേക്ക് യഥാർത്ഥമായിട്ട് അവർ വരുന്നില്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കണേ, യാക്കോബ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ പറഞ്ഞ് ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന്. എന്താ കാരണം? അവൻ സ്തോത്രം അവിടെ വായിക്കാം, അടുത്ത വാക്യം. ആ വാക്യത്തിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ അതിന്റെ 4. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. എങ്ങനെ ഉണ്ടാകുന്നത്? എങ്ങനെ? നിങ്ങളിൽ വിശ്വാസത്തിന്റെ പരിശോധന വരുന്നവർക്ക് മാത്രമേ സ്ഥിരത ഉണ്ടാകത്തുള്ളൂ. അതായത് ഒരുവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരണമെന്നുണ്ടെങ്കിൽ അവനെ ആദ്യം സ്ഥിരപ്പെടുത്തും. എങ്ങനെ സ്ഥിരപ്പെടുത്തുന്നത്? മനുഷ്യനല്ല സ്ഥിരപ്പെടുത്തുന്നത്, ദൈവം സ്ഥിരപ്പെടുത്തുന്നത്. ദൈവം തന്റെ കരങ്ങൾ അവന്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളെയും സന്ദർശിക്കും. ആമേൻ. അവന്റെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളെയും സന്ദർശിക്കും. ആ സന്ദർശനത്തിൽ നിന്നാണ് അവന് വിശ്വാസത്തിന്റെ സ്ഥിരതയുണ്ടാകുന്നത്. വിശ്വാസത്തിന്റെ സ്ഥിരത ഉണ്ടാകുന്നത് അങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ വായിക്കുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. 8-ാം വാക്യം. ഇവിടെ ശ്രദ്ധിക്കട്ടെ, മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരും പ്രാർത്ഥിക്കും, ആരാധിക്കും. പക്ഷെ അവരുടെ റിസൾട്ട് എപ്പോഴും 0 ആയിരിക്കും. എന്തുകൊണ്ടാ? അവർ ദൈവസന്നിധിയിൽ പരിശോധനയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഈ യാഗം കഴിക്കുക മനസ്സിലാക്കണം. അറുത്ത് ജീവൻ പോയതിനെയാണ് ഈ യാഗം കഴിക്കുന്നത്. ജീവൻ ഉള്ളതിനെ ആ യാഗം കഴിക്കാൻ പറ്റുമോ? ജീവനോടെ ചൂടാൻ പറ്റുമോ? അതിനെന്നാ കാരണം? ജീവനോട് ചൂടാൻ പറ്റില്ല. അപ്പൊ ചിലത് ദൈവസന്നിധിയിൽ ചത്തെങ്കിലേ യാഗമാകത്തുള്ളൂ. അപ്പൊ ചില സ്വഭാവങ്ങൾ ഇതുവരെ ചത്തിട്ടില്ല, ചില തീരുമാനങ്ങൾ ഇതുവരെ ചത്തിട്ടില്ല, ചില ആഗ്രഹങ്ങൾ ഇതുവരെ ചത്തിട്ടില്ല. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന മനസ്സോടുകൂടെ തന്നെയാണ്. മനസ്സോടുകൂടെ തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ ആരാണ് ഈ ഫലമില്ലാതിരിക്കുന്നത്? കർത്താവ് പറഞ്ഞു, സ്തോത്രം എന്ത് വിത്ത് താനെ ഇരിക്കുന്നുവെങ്കിൽ ഒന്നും സമയമില്ല. അത് വീട് ചത്തുവെങ്കിലോ വളരെ ഈ ചാകുന്നില്ലെന്ന്. ഈ ചില വ്യക്തികൾ ഈ വിഷയത്തിൽ ചില സ്വഭാവങ്ങളൊന്നും ചാകുന്നില്ല, ചില തീരുമാനങ്ങൾ ചാകുന്നില്ല. മനസ്സിലാക്കണം, അവരാ പഴയ സ്വഭാവത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഉപവാസത്തിനും ഒരു കുറവുമില്ല. മനസ്സിലാകുന്നുണ്ട്? എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ട്, ഫ്രണ്ടിൽ പോയി കയ്യുമ്പോക്കി വൈപ്പടിക്കും. പക്ഷേ ഇവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനിച്ച് ഇവന് മറുപടിയില്ല. ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ചിലരോട് ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ വിശ്വാസത്തിൽ വന്ന ഓരോരുത്തർ ചോദിക്കും, നിങ്ങൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് ഏതിനൊക്കെ മറുപടി ലഭിച്ചു? ചിലർ വിശ്വാസത്തിൽ വന്നിട്ട് 15 വർഷമായെന്ന് വെച്ചോ, ഇതുവരെ ജീവിതത്തിൽ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. എന്താ കാര്യം എന്നറിയാവോ? ഇതാണ്, ഇവർക്ക് പരിശോധന വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. പരിശോധന വന്നെങ്കിലേ ഫലം ഉളവാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇതുവരെയും നമുക്ക് ഇന്ന വിഷയത്തിന്റെ അതിന് പ്രാർത്ഥിക്കും, ഏത് കാര്യത്തിനും അവൻ പ്രാർത്ഥിക്കും. അവൻ അറിയത്തില്ല എന്നതാ പ്രാർത്ഥന എന്ന് പോലും. എന്നോടിപ്പോ പറയുക, നമുക്ക് ഇന്ന വിഷയങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, ഇത് ഞാൻ പ്രാർത്ഥിക്കേണ്ട വിഷയമാണോന്ന്?
അവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഇടർച്ച വരുന്ന വിഷയങ്ങളാണ് മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം അവന് പ്രാർത്ഥനയല്ല വിഷയം, അവനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് വിഷയം. എന്നാൽ ഇങ്ങനെ ഈ പരിശോധനയിലൂടെ പോകാത്തവരുണ്ടല്ലോ, അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഏത് വിഷയവും പ്രാർത്ഥിക്കുകയോ എവിടെയും പോകും, എങ്ങനെ നിൽക്കും, ഒന്നും ബാധിക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇങ്ങനെയുള്ളവരാണ്. അവർ ദൈവരാജ്യത്തിന്റെ പടിവാതിൽ കാണത്തില്ല. ഇരുമനസ്സുള്ള മനുഷ്യൻ ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴുകി പോകുന്നവനാകുകയാൽ തന്റെ എളിമയിലും ഈ ശ്രദ്ധിക്കണേ, ഇത് നമ്മളിവിടെ പറയുമ്പോ ഈ മുകളിലെ ഈ വാക്യം മറന്നിട്ടാകരുത് ഈ വാക്യം വ്യാഖ്യാനിക്കേണ്ടത്. മുകളിൽ യാക്കോബ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുമ്പോൾ നമ്മൾ ഈ വാക്യം വായിക്കുന്നത് എന്താണ്? അവിടെ വായിക്കുന്നത് എന്നാൽ എളിയ സഹോദരൻ ഉയർച്ചയിലും കണ്ടോ? അപ്പോ എങ്ങനെ എളിയ സഹോദരനാകുന്നേ? ഇങ്ങനെ കുനിഞ്ഞിരുന്ന എളിയവനാവോ? ചോദിച്ചാൽ മറുപടി ഇല്ലായിരുന്ന എളിയവനാവോ? വില കുറഞ്ഞ് ഷർട്ടും പാൻറ് വിട്ട എളിയവനാവോ? ഏറ്റവും കുറഞ്ഞ വണ്ടി പോയ എളിയവനാവോ? ഇല്ല. എളിയവനാകണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന 1:1 നിങ്ങളിൽ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത. വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ എളിമ വരുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും എളിമ സൃഷ്ടിക്കാൻ പറ്റുന്നതല്ല. ദൈവത്തിന്റെ പരിശോധന വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പല ജീവിത മേഖലകളെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുന്നിൽ വിടർത്തി കാണിക്കും. അങ്ങനെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ധനവാൻ രക്ഷിക്കപ്പെട്ട ധനവാനാണെങ്കിൽ അവൻ പരിശോധനയിലൂടെ കടന്നുപോയെങ്കിൽ അവന് കിട്ടുന്ന വെളിപ്പാടെന്നാണെന്നറിയാം. എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും ഇത് പുല്ലിന്റെ പൂ പോലെ പോകുന്നതേ ഉള്ളെന്ന് കാണാനുള്ള വെളിപ്പാടാണ് പരിശോധനയിൽ ലഭിക്കുന്നത്. അല്ലാതെ എന്നും തെണ്ടിയായിട്ടിരിക്കാനല്ല വചനം പറയുന്നേ. പിന്നെ എന്താ പറയുന്നേ? നമ്മളിൽ അനേകര് വ്യാഖ്യാനിച്ച് വഴിതെറ്റിക്കുക, അനേകര് ഈ ദാരിദ്ര്യത്തിന്റെ സൂചകമായിട്ട് നടക്കുന്നത്. തെറ്റാണത്. എന്താണ് വചനം പറയുന്നത്? പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന പരിശോധന. ആ പരിശോധനയിലാണ് ഈ ലോകത്തിന്റെ യഥാർത്ഥ രൂപം നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്നത്. ആ രൂപം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ ഇവിടെ പറയുന്നത് കണ്ടോ, ഇവിടെ ഈ ലോകത്തിൽ എത്ര ധനം കിട്ടിയാലും ഇത് പുല്ലിന്റെ പൂ പോലെ ഉള്ളൂ, ഇത് ഉപയോഗിക്കാൻ തള്ളാം. എനിക്ക് നിലനിൽക്കുന്ന ഒരു രാജ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എളിമയിൽ ജീവിക്കണം. ചിലത് കാണാതെ ഒരിക്കലും എളിമപ്പെടത്തില്ല. ചിലത് അനുഭവിക്കാതെ ഒരിക്കലും എളിമ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഉണ്ടാവോ? എനിക്കറിയാലോ, ഒന്നുമില്ലാത്തവനും ലോകത്തോളം ഉയർന്ന അഹങ്കാരത്തോടെ ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ. ഒന്നുമില്ല, ജീവിതത്തിലൊന്നുമില്ല, അവന്റെ വീട്ടിലൊക്കെ ഒന്നുമില്ല, പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവില്ലാത്തവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെവിടെ കിടക്കുന്നു? സമ്പത്തില്ലാത്തതോ ദാരിദ്ര്യം അനുഭവിക്കുന്നതോ അല്ല വചനം പറയുന്നത്. വിശ്വാസത്തിന്റെ പരിശോധന രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുമ്പോൾ ദൈവം അവന്റെ കണ്ണു തുറപ്പിക്കും. അസാധാരണമായ ചില രോഗങ്ങൾ, കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോഴാണ് ദൈവന്റെ കണ്ണു തുറന്ന് കാണിപ്പിക്കുന്നത്. നീ നോക്കുന്ന ഈ ലോകം ഇത്രയേ ഉള്ളൂ മകനെ എന്ന് പറഞ്ഞു കണ്ടു കഴിയുമ്പോൾ ലോകത്തോടുള്ള സകല മോഹങ്ങളും വിടും. പിന്നെ അവന്റെ സമ്പത്ത് എത്ര കുമിഞ്ഞുകൂടിയാലും പറയും ഇത് പുല്ലിന്റെ പൂ പോലെ ഉള്ളൂ, പുല്ലിന്റെ പൂ പോലെയുള്ളൂ. പക്ഷേ ഈ പരിശോധന ലഭിക്കാത്തവനെ അങ്ങോട്ട് ചെന്നിട്ടെ മേശപ്പുറത്തെ പണം അട്ടിയിട്ടിരിക്കുന്നത് കണ്ടാലുണ്ട് ഇവന്റെ കൺട്രോള് പോകും. മനസ്സിലായോ? അവന്റെ കൺട്രോള് പോകും. ഒയ്യോ, എന്തൊക്കെ പ്ലാനാ പിന്നെ വരുന്നേ. എന്താ കാരണം? ഈ പരിശോധന വന്നിട്ടില്ല. ആരാ പരിശോധിക്കപ്പെട്ടെ? രക്ഷിക്കപ്പെട്ടവൻ.
സഭയ്ക്കകത്തൊരു സ്നാനപ്പെട്ടവൻ, സഭയ്ക്കകത്തുള്ളവൻ, പെന്തക്കോസുകാരൻ, അവൻ പരിശോധന ഇല്ലാത്തവനാണെങ്കിൽ അവൻ പരാജയമായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനയ്ക്കായി ദൈവമേ നിനക്ക് സ്തോത്രം. ജീവിതത്തിൽ വരുന്ന പരിശോധനയ്ക്കായി ദൈവമേ നിനക്ക് സ്തോത്രം. സഹിക്കുവാൻ കഴിയാത്ത പരീക്ഷകളും പരിശോധനകളും വരുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ ദൈവത്തിന് എന്നോട് ഈ ലോകത്തോടെ കുറിച്ചോ മറ്റു വിഷയങ്ങളെ കുറിച്ചോ ദൈവത്തിന്റെ ആത്മ ഇടപെടുന്നുണ്ട്. എന്നെ ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കണ്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ചിലതിനോട് നോ പറഞ്ഞോളൂ. യാഥാർത്ഥ്യം ഗ്രഹിക്കണം. നമ്മൾ ഓരോരുത്തരുടെ യാഥാർത്ഥ്യം ഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് എന്താണ് പറയുക? അപ്പോൾ ഞാൻ പറയാം, പരിശോധന ഇല്ലാത്ത വ്യക്തിയാണോ അവന്റെ ജീവിതത്തിൽ ഒന്നും മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ വായിച്ച 5-ാം അധ്യായം അല്ലേ, 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഇത് വെറുതെ പറയാൻ പറ്റുമോ? എങ്ങനെയാ ഏലിയാവ് അങ്ങനെ ആയത്? എങ്ങനെ ഏലിയാവ് അങ്ങനെ ആയത്? നമുക്ക് ചിന്തിക്കാൻ ഒരു ആൾക്കാർ അല്ലേ. 1 രാജാക്കന്മാർ അതിന്റെ 17-ാം അധ്യായം എടുത്താട്ടെ. 1 രാജ 17. പതിനേഴാം അധ്യായം നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ഏലിയാവിനെ പോഷിപ്പിക്കുന്ന ദൈവം കെരീത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന രംഗമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏലിയാവിനെ ദൈവം അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഒരുക്കും. ഞാൻ പറഞ്ഞ നമ്മൾ ആദ്യം എടുത്ത ഭാഗമാണ്, ഏലിയാവ് നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുറിവാക്യം എന്ന് പറയുന്നത്. നമ്മളെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാണ്. പക്ഷേ ഏലിയാവിനെ കുറിച്ച് ഇത് പറയുമ്പോൾ യാക്കോബ് അവിടെ പറഞ്ഞിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അല്ലേ, അവൻ കൊള്ളാവുന്നവനായി തീർക്കണം. അപ്പോൾ ഏലിയാവിനെ ദൈവം കരം പിടിച്ച് നടത്തുന്ന ഓരോ വഴികളിലും അസാധാരണമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുക. അസാധാരണമായ കാര്യങ്ങൾ 17-ാം അധ്യായം നമ്മളത് കണ്ടു. എന്നാൽ സ്തോത്രം അതിന്റെ 18-ാം അധ്യായം വരുമ്പോഴത്തേനും ഏലിയാവ് കർമ്മേലിൽ നിൽക്കുക. കർമ്മേൽ പർവ്വതത്തിൽ നിന്നു. കർമ്മേലിൽ നിന്നുകൊണ്ട് സ്തോത്രം ബാലിന്റെ പ്രവാചകന്മാരും സ്തോത്രം അതുപോലെ അശേര പ്രവാചകന്മാരെല്ലാം അവിടെ വെച്ച് ഉന്മൂലൻ നാശം വരുത്തുക ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് എന്നോട് ഇടപെട്ടൊരു ഭാഗം ഞാൻ പറയട്ടെ. അതിന്റെ 19-ാം അധ്യായം നിങ്ങൾ നോക്കണം. അതിന്റെ 19-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കണം. അതിന്റെ 18-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ വാക്യത്തോട് നോക്കുമ്പോൾ സ്തോത്രം അവിടെ 40-ാം വാക്യം മുതൽ വായിച്ചേ. 18-ന്റെ 40. 18-ാമത് ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു. പിടിച്ചു. താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നുകളഞ്ഞു. പിന്നെ ഏലിയാവ് ഒരു ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് അവന്റെ മുഴങ്കാലിന്മേൽ കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. നിർത്ത്. സ്തോത്രം. ഈ വാക്യത്തില് നമ്മൾ കാണുന്നത് ബാലിന്റെ പ്രവാചകന്മാരെ അവിടെ വെച്ച് കൊല്ലുക അല്ലേ. 40-ാം വാക്യത്തിൽ ഏലിയാവ് ഒരു ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവാൻ അവരൊരുത്തിന് ചാടിപ്പോ എന്ന് പറഞ്ഞ് അവരെ പിടിച്ചു. ഏലിയ അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് വെട്ടി. ഞാൻ ചോദിക്കട്ടെ, അവിടെ ആരൊക്കെയുണ്ട്? അവിടെ ഏലിയാവുണ്ട്, ഏലിയാവിന്റെ ദാസന്മാർ അവിടെ ഉണ്ട്, പിന്നെ
ആഹാബുണ്ട്, ആഹാബിന്റെ കൂടെയുള്ള പടജനം കണ്ടേക്കാം, പിന്നെ ഇസ്രായേൽ മക്കളും ഉണ്ട്, പിന്നെ ബാലിന്റെ പ്രവാചകന്മാർ, അവർ മറ്റേ ഗ്യാങ് അല്ലേ. ഇത്രയും പേര് വന്നു. അവിടെ വന്നൊരു വലിയ സംസാരം നടന്നു. അവസാനം ദൈവത്തിന്റെ തീ ഏലിയാവിന്റെ യാഗത്തിന് മീതെ ഇറങ്ങുന്നത് പ്രത്യക്ഷമായി കണ്ടപ്പോൾ ബാലിന്റെ പ്രവാചകന്മാരും അശേരയുടെ പ്രവാചകന്മാരുടെയും കൺട്രോൾ പോയി. അവിടെ വെച്ച് അവരുടെ കൺട്രോൾ പോയപ്പോ എന്നാ പറ്റി? ഏലിയാവ് പറഞ്ഞു, അവരെ പിടിക്ക്, ഇപ്പൊ അവരെ അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളയുകയാണെന്ന് പറഞ്ഞ് അവരെ അവിടെ വെച്ച് പിടിച്ച് അവിടെ വെച്ച് അവരെ കൊന്നു കളയുവാനുള്ള പ്ലാൻ ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ആര് കണ്ടുകൊണ്ടിരിക്കുക? ശ്രദ്ധിക്കണം, ഇത് ആര് കണ്ടുകൊണ്ടിരിക്കുക? ഇതെല്ലാം ആഹാബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഹാബ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കുറെ നാളായിട്ട് എന്തില്ല അവിടെ മഴയില്ല. 3 വർഷമായിട്ട് മഴയില്ല. അതിന്റെ രൂക്ഷ സ്ഥിതിയിലേക്ക് വന്ന് നിൽക്കുക എന്ന് ഓർക്കണം, മനസ്സിലാക്കണം. ദൈവം ചില വാതിലുകൾ അടയ്ക്കുമ്പോ ഉണ്ടല്ലോ, ദൈവം ഏതിന് നേരെയാണോ ദൈവം തന്റെ കോപം വെളിപ്പെടുത്തുവാൻ പദ്ധതി ഇട്ടത്, അതൊരിക്കലും ഒളിഞ്ഞിരിക്കില്ല, അത് പുറത്തു വരും, അത് വാളിനിരയാകുകയും ചെയ്യും. കരങ്ങൾ ദൈവത്തോട് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വചനത്തിന് ഇരയായി തീരും. അപ്പോൾ ഈ വചനം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആഹാബ് ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആഹാബിനോട് പറഞ്ഞ ദൂതാണ്, നീ എന്താണ് അവിടെ വായിക്കുന്നത്? അടുത്ത് വായിക്കുന്നത്, പിന്നെ ഏലിയാവ് ആഹാബിനോട് 41-ാം വാക്യം, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൽ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം നിന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ആമേൻ. 7-ാം പ്രാവശ്യമോ ഇതാ കടലിൽ നിന്നും മനുഷ്യന്റെ കൈ പോലെ, കൈപ്പത്തിയല്ല കേട്ടോ, മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം എന്ന് പറഞ്ഞു. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം, ബാല്യക്കാരനെ ഏലിയാവ് അയക്കുകയാണ്, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ബാലിന്റെ പ്രവാചകന്മാരെ തീർത്തിട്ട് ദൂത് പറഞ്ഞു. എന്താ? മഴ നിന്നെ തടുക്കരുത് എന്ന് പറഞ്ഞു അല്ലേ. അവിടെ ശ്രദ്ധിക്കണം, മഴയുടെ മുഴക്കമുണ്ട്. അവിടെ ശ്രദ്ധിക്കണം, ഏലിയാവിനോട് നീ ചെന്ന് ഭക്ഷണദാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം. അവിടെ വേറെ ആരും കേൾക്കാത്തൊരു മുഴക്കം ആര് കേട്ടു? എല്ലാരും കേൾക്കണമെന്നില്ല. പെന്തക്കോസ്ത് നാൾ വന്നപ്പോ അവിടെ ഒരു വലിയ മുഴക്കം ഉണ്ടായി അല്ലേ, എല്ലാരും അവിടെ വന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ ശബ്ദം നിന്ന് കേൾക്കേണ്ടതിന് അടുത്ത് വന്നത്, എന്നാൽ ഉയരത്തിൽ നിന്ന് വന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടെ നിന്നവരേ ഉള്ളൂ. ഒരു കാര്യം പറയാം, വിളിക്കപ്പെട്ടവര് മാത്രമാ, പരിശോധിക്കപ്പെട്ടവര് മാത്രമാ മുഴക്കം കേൾക്കത്തുള്ളൂ. പരിശോധിക്കപ്പെട്ടവര് മാത്രമേ മുഴക്കം കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിൽ ഒരുവൻ അറിവ് കുറവാണെങ്കിൽ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നിങ്ങൾ ദൈവം ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കേണ്ട ദൈവം അവന് കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? ആഹാബിന് ജ്ഞാനം കുറവാണ്. അവനോട് പറഞ്ഞു, ഞാനൊരു മുഴക്കം കേൾക്കുന്നുണ്ട്, നീയും മുഴക്കം കേൾക്കുന്നില്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞു, ഞാനൊരു മഴയുടെ മുഴക്കം. ഇതാണ് ആത്മാവില്ലാത്തവനോട് ആത്മാവുള്ളവൻ ദൂത് പറയുമ്പോൾ നടക്കുന്ന വിഷയം. വേറൊരു മർമ്മമുണ്ട്, അത് പറയാനാ വരുന്നത്. അങ്ങോട്ട് പറയണമെങ്കിൽ എനിക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാലേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് അത്രയും നേരം ആ വിഷയം അവിടെ സംസാരിച്ചത്. ആത്മാവില്ലാതെ കൃപയിൽ നിന്ന് വീണ് അനുസരണക്കേട് നടത്തി വിഗ്രഹത്തെ ആരാധിച്ച് കൽപ്പനകളെ ലംഘിച്ചവനോട് ആത്മാവിന്റെ ദൂത്, ദേശത്തിന്റെ അനുഗ്രഹത്തിന്റെ ദൂത് പറയുമ്പോ കേൾക്കാൻ സുഖമുണ്ട്. പക്ഷെ ആത്മാവില്ലാത്തടത്തോളം നീ എപ്പോഴാ ട്രാക്ക് തെറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ സ്ഥിരതയുള്ള പ്രവൃത്തി ഉണ്ടാകണം. ദൂത് കേൾക്കുന്നവനും സ്ഥിരത ഉണ്ടാകണമെന്നൊന്നുമില്ല. ആത്മാവിന്റെ ആലോചന കേൾക്കുന്നവന് സ്ഥിരത ഉണ്ടാകണമെന്നൊന്നുമില്ല അല്ലേ. അത് തിരിച്ചറിയണം. ആത്മാവിന്റെ ദൂത് കൈമാറി ആഹാബിനോട് ഞാനൊരു മുഴക്കം കേൾക്കുന്നു, നിന്നെ മഴ തടുക്കരുതെന്നുള്ള ദൂത് രണ്ടാമതും ചെന്നു.
ശ്രദ്ധിക്കണം, ഇതെല്ലാം നടക്കുന്ന സമയത്ത് അവിടെ ആഹാബിന്റെ കാഴ്ചയിൽ അവിടെ മേഘവുമില്ല, മഴയുമില്ല, ഒന്നുമില്ല. എന്നാൽ ഏലിയാവിന്റെ കാഴ്ച പ്രകാരം അവൻ വെളിപ്പാടനുസരിച്ചാണ് നിന്നത്. കാര്യം ബാലിന്റെ പ്രവാചകന്മാരെ തീർത്താൽ മാത്രമാ ഇനി മഴയുള്ളെങ്കിൽ ആദ്യം ബാലിന്റെ പ്രവാചകന്മാർ തീരട്ടെ, അത് കഴിയുമ്പോൾ ദൈവം മഴ അയക്കും. വിശ്വാസത്താൽ അവൻ മഴയുടെ മുഴക്കത്തെ കേട്ടു, അല്ലേ? വിശ്വാസത്താൽ അവൻ മഴയുടെ മുഴക്കത്തെ കേൾക്കും. ഇന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ, പരിശോധിക്കപ്പെട്ടവർ, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തീരണം. ഇസ്രായേല് കൊള്ളാവുന്നതായി തീരണമെന്നുണ്ടെങ്കിൽ ബാലിന്റെ പ്രവാചകന്മാർ മാറ്റപ്പെടണമായിരുന്നു. ജീവിതത്തിൽ ചില ബാലിന്റെ ശക്തികൾ, ആത്മീയ ജീവിതത്തിന് നേരെ നിൽക്കുന്ന ചില അശേരയുടെ പോരുകൾ വിട്ടുമാറിയാൽ മാത്രമേ ദൈവം വാഗ്ദത്തം ചെയ്ത മഴയുടെ മുഴക്കം കേൾക്കത്തുള്ളൂ, കാഹള ശബ്ദം കേൾക്കത്തുള്ളൂ, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചേ ആമേൻ. രഥം പൂട്ടി ഇറങ്ങിപ്പോകുക എന്ന് അവൻ ആഹാബാരാണ്. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവൻ രാജാവായിരിക്കും. ഇസ്രായേലിന്റെ രാജാവാ, ജ്ഞാനമില്ല. ഹല്ലേലൂയ. ഭാര്യ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തിന്റെ മുമ്പിലെല്ലാം കുനിഞ്ഞു നിൽക്കും. അത് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും, ആ പറയുന്ന പാപപ്രവർത്തികളെല്ലാം ചെയ്യും. കാരണം അവന് ജ്ഞാനമില്ല. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാലും നിന്നിൽ ഈ ദൈവിക പരിജ്ഞാനം വന്നില്ലെങ്കിൽ നിനക്ക് ബോധിച്ച വഴിയിലൂടെ പോയ മകനെ നീ ആഹാബ് തന്നെയാ. നീ ആഹാബ് തന്നെയാ, സംഭവം നീ ആഹാബാണ്. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിനോട് പറയുന്നു, ആഹാബിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നീ വിശ്വാസത്തോടെ യാചിക്കണം, അല്ലേ? എന്നാൽ വിശ്വാസത്തോടെ യാചിക്കുമ്പോൾ അവനും ചില പരീക്ഷകൾ നേരിടാൻ പോവുകയാണ്. പക്ഷേ മനസ്സിലാക്കണം കേട്ടോ, ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴും ഇത് കാണുന്നവനൊന്നും അത് പൂർണ്ണമായിട്ടൊന്നും ഗ്രഹിക്കണമെന്നില്ല. ഇത് കാണാനൊരു രസമല്ലേ? കർമ്മേലിന്റെ പർവ്വതത്തിൽ എല്ലാവരും കൂടുന്നു, യാഗമർപ്പിക്കുന്നു. ഇവന്റെ ഒരു ഉത്സാഹവും ചാട്ടവും സംസാരവും ഏലിയാവ് എന്നിട്ട് ചോദിക്കുക, രക്തം വെള്ളമാക്കി ചോദിക്കുക കാര്യങ്ങൾ. ഈ കണ്ടു നിൽക്കുന്നവന് ഭയങ്കര സന്തോഷം, ഉല്ലാസം, ആഹ്ലാദം. മനസ്സിലാക്കണേ, പരിജ്ഞാനമില്ലാത്തവനിൽ നിന്ന് ഇതുപോലെ അസ്ഥിരമായ പല ചേഷ്ടകളും കാണേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇതൊന്നും ദൈവം കാണുന്നില്ലെന്നല്ല, കർത്താവ് പിടിക്കുന്ന സമയമുണ്ട്. ആമേൻ. വായിച്ചേ. വേറെ വിഷയം പറയാനാ. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പോഴെല്ലാം പ്രവാചകന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നും പോയി നിന്നത്, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ എന്നാൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയും, ഞാൻ എപ്പോഴും എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടി ഇരിക്കുകയാണ്. എന്നാൽ അന്ന് അങ്ങനെയല്ലായിരുന്നു. യഹോവയുടെ കൈ അവന്റെ മേൽ വരുന്നു എന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാല്യക്കാരനോട് പറഞ്ഞു, നീ സമുദ്രത്തിന് നേരെ ചെന്ന് നോക്ക്. അപ്പൊ കൈപോലെ ഒരു മേഘം കയറി വരികയാ ചെയ്യുന്നത്, അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയാം, അത് പെയ്ത് കഴിഞ്ഞാലും ആ കൈ വിളിക്കപ്പെട്ടവന്റെ മീതെ നിൽക്കും. ചില ദൗത്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രവാചകനെ ദൈവം വേർതിരിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങൾ നടന്നാലും അത് ഗുണമാകട്ടെ, ദോഷമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, ലാഭമാകട്ടെ, ഉയർച്ചയാകട്ടെ, താഴ്ചയാകട്ടെ, മാന്യമാകട്ടെ, അലങ്കാരമാകട്ടെ, ഇതെല്ലാം സംഭവിച്ചാലും ശരി ദൈവത്തിന്റെ കാര്യം വിളിക്കപ്പെട്ടവന്റെ മീതെ കാണും. മനസ്സിലാകുന്നുണ്ടോ? ദൂത് കേൾക്കാൻ ആഹാബ് രഥത്തിൽ ഇരുന്നൊന്നും ദൈവത്തിന് വിഷയമല്ല. രഥത്തിൽ ആരെ കയറ്റാം, ആരെ ഇറക്കാം. പക്ഷേ രഥത്തിന് മുമ്പേ ഓടുന്ന ഒരു അഭിഷേകമുണ്ട്, അത് വിളിക്കപ്പെട്ടവന്റെ മേൽ മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ആഴത്തിൽ ഗ്രഹിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഹല്ലേലൂയ. ഈ ഏലിയാവ് അവിടെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അവിടെ പല കാര്യങ്ങളും ചെയ്തു, അല്ലേ? പല കാര്യങ്ങളും അവിടെ ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഏലിയാവ്
അവിടെ നിന്ന് എന്ത് ചെയ്തു? ഏലിയാവ് അവിടെ നിന്ന് സ്തോത്രം ഇസ്രായേലിൽ പോയി. അവിടെ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. അവൻ മുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, അടുത്ത് വായിച്ചേ. ഈ വാക്യം വായിക്കുന്നതിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞു, ഈ ആത്മാവിന്റെ ദൂത് അഭിഷിക്തൻ വിളിക്കപ്പെട്ടവൻ ശുശ്രൂഷയിൽ വിളിച്ചു പറയുമ്പോൾ ആത്മാവില്ലാത്തവൻ ഇത് കേട്ടിട്ട് പോയി സ്തോത്രം ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് നമുക്കറിയത്തില്ലല്ലോ. നമുക്കൊന്ന് ചിന്തിക്കാം. വായിച്ചേ. പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാക്യം ശ്രദ്ധിച്ചോ. ഇപ്പൊ ഒരു പ്രത്യേകത ഉണ്ട്. എന്നാന്നറിയാവോ? ഈ വചനത്തിന്റെ കീഴിലും ദൈവപ്രവൃത്തിയുടെ കീഴിലൊക്കെ കുറച്ച് ദിവസം ഇരുന്നിട്ട് ചെല്ലുമ്പോ കുറച്ച് ദിവസങ്ങൾ അവനിൽ പ്രാർത്ഥനയും ആരാധനയും പാട്ടൊക്കെ വായിലൊക്കെ വന്നിട്ട് ഒരു ആത്മനിറവിൽ കൈയടിച്ച് ആത്മാവിൽ ആരാധിക്കുക, ഒരു ആത്മനിറവൊക്കെ ചെറുതായിട്ട് വെളിപ്പെടുന്ന ചില സമയങ്ങളുണ്ടല്ലോ. ഈ മനസ്സിലാക്കണം, ഈ വിശ്വാസത്തിന്റെ പരിശോധന ഇല്ലാത്തവരിങ്ങനെ പലതും കണ്ടു കേട്ടൊക്കെ ചെന്ന് കുറച്ച് ദിവസമൊക്കെ പ്രാർത്ഥിക്കും, അല്ലേ? 2-3 ദിവസമൊക്കെ പ്രാർത്ഥന ആരാധന, അത് കഴിയുമ്പോൾ ഇങ്ങനെ പണ്ടേപ്പതുപോലെ തന്നെ കോഴി വീണ്ടും മരത്തെ തന്നെ. എന്താ കാരണം? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നൊരു അർത്ഥം എന്നാണെന്നറിയാവോ? ഈ ആഹാബ് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളും ആഴ്ചകളൊക്കെ ആയിട്ട് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. വിശേഷിച്ച് നമുക്ക് മനസ്സിലാക്കാം, തലേ രാത്രി എന്ന് വേണേ മനസ്സിലാക്കാം, അല്ലെ? തലേ ദിവസം എവിടെ ആയിരുന്നു? ഈ ഏലിയാവിന്റെ കൂടെ ആയിരുന്നു. അവിടെ നടന്നു. അപ്പോൾ ആഹാബിന്റെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണേ, ആഹാബിന്റെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുത്തു. ദൈവത്തിന്റെ പ്രവാചകനാണ് ഏലിയാവ് നിന്ന് ബാലിന്റെ പ്രവാചകന്മാരോട് ചോദിക്കുക, നിങ്ങളുടെ ദൈവം എവിടെ? നിന്റെ ദൈവത്തിന്റെ പേര് നീയും വെച്ചോ, യാഗം വെച്ചോ, വിറകടിക്കോ, അതിന്റെ മേളിൽ യാഗമൃഗത്തെ വെച്ചോ. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയാണ്. ഞാനൊരു യാഗമൃഗത്തെ അറുത്ത് ഇവിടെ വെക്കുകയാണ്. നമ്മുടെ ദൈവത്തിൽ ആരാണ് യഥാർത്ഥ ദൈവം? ആ ദൈവത്തിൽ നിന്ന് തീ ഇറങ്ങി ഇപ്പോൾ തന്നെ എന്താ ചെയ്യും? ഇതിവിടെ ദഹിക്കും. അപ്പൊ മനസ്സിലാക്കണം, ഇത് കാണിച്ച് ഇത് വിശ്വാസത്താൽ പരിശോധനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് ആരാണ്? ഏലിയാവാണ്. എന്നാൽ ഇത് ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്നറിയാവോ? ആഹാബിന് വേണ്ടിയായിരുന്നു. ആഹാബിന്റെ മാനസാന്തത്തിനും കൂടെ ആയിരുന്നു. ശരിക്കും ആഹാബ് ഒന്ന് കാണണം, യഹോവയുടെ ശക്തി എന്നാന്നൊന്ന് കാണണം. മനസ്സിലാക്കണേ, യഹോവയുടെ ശക്തി എന്താന്ന് ആഹാബ് ഒന്ന് കാണണം. അവനെ കാണിച്ചു കൊടുക്കണം. കാരണം അവന്റെ ഭാര്യയുടെ വായിൽ നിന്ന് കേട്ട വിഗ്രഹങ്ങളെ കുറിച്ചുള്ള അറിവും വിഗ്രഹപരിചയം അല്ലാതെ ഇവന് മറ്റൊന്നും അറിയത്തില്ല. അപ്പോൾ ദൈവത്തിന് ശക്തി എന്നാന്ന് ഇവനൊന്ന് അറിയണം. അപ്പോൾ അവിടെ വെച്ച് ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം കൊന്നപ്പോൾ ആഹാബ് മൗനമായിട്ടിരുന്നു. അതിനുശേഷം പറഞ്ഞത് വലിയൊരു മുഴക്കം വരാൻ പോകുക, നീ പൊക്കോ, ഇപ്പൊ ഇന്ന് മഴ പെയ്യാൻ പോവാന്ന് പറഞ്ഞു. രണ്ടാമത് ചെന്നു. മൂന്നാമത് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. മേഘം പൊങ്ങി, കറത്തിരുണ്ടു. നിന്നെ മഴ തടുക്കാതിരിക്കാൻ പൊക്കോ എന്ന് പറഞ്ഞവൻ തന്നെ രഥത്തിന് മുമ്പേ കയറി ഓടി. ഇതെല്ലാം നടന്നപ്പോൾ ആഹാബിന് സാക്ഷ്യമായി ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി കൃത്യമായി ആഹാബ് കണ്ടു. അങ്ങനെ പറഞ്ഞാൽ ഇച്ചിരി കൂടെ മനസ്സിലാക്കാം, ആഹാബ് ഒരു പെന്തക്കോസുകാരനായി ഇപ്പൊ തീർന്നേക്കുവാണ്. പ്രാർത്ഥിക്കാനും ആരാധിക്കാനൊക്കെ ഇപ്പോ തുടങ്ങി, അല്ലേ? അങ്ങനെ പതുക്കെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനൊക്കെ തുടങ്ങിയ ആഹാബ് വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേനും ഭാര്യയെ കണ്ടപ്പോൾ ഒരു പ്രൈസ്തലോടൊക്കെ പറഞ്ഞ്, സ്തോത്രം, എങ്ങനെയുണ്ട് നിനക്ക് വിശേഷം? ഞാൻ വലിയ ദൈവപ്രവൃത്തി കണ്ടു, എന്റെ കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനും ആയിരുന്നൊക്കെ പറഞ്ഞ് സാക്ഷി, എന്റെ ഭാഷ പറയുന്ന കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞെന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാലും ചരിത്രം അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പറയുകയാണ്. കാരണം ചില പാപ മനുഷ്യരുടെ മാനസാന്തരത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നാൽ ഇങ്ങനെ പറഞ്ഞേ മതിയാകത്തുള്ളൂ. എന്തുകൊണ്ടാ? തിരിച്ചറിയണം, ആഹാബ് യഹോവ ചെയ്ത മഹത്വത്തെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തി. ആരോടാ പറയുന്നത്? ഇസബെല്ലിനോട് പറയുക. അവിടെ പറയുന്നത് എന്താണ്? ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബെല്ലിനോട്. ഇസബെൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതൻ അയച്ച്, അവിടെ പറയും ഇസബെൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ
കുറവൊന്നുമില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കണം, ഇസബേൽ എന്ത് ചെയ്യും? ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്ത്. കണ്ടോ? അപ്പോൾ ഇത് പറയുന്ന സമയം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആഹാബ് ആ നേരത്ത് യഹോവയിൽ സന്തോഷിച്ചു. കാര്യം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കണ്ടിട്ടാണ് വീട്ടിൽ കയറി ചെന്നത്. എന്നാൽ മനസ്സിലാക്കണം, വീട്ടിലിരിക്കുന്നവരുടെ ഉള്ളിലിരിക്കുന്ന ലൂസിഫറിന്റെ ശക്തി, ആ ശക്തി അങ്ങ് എഴുന്നേറ്റിട്ട് ആർക്ക് നേരെ നിൽക്കുകയാണ്? ഇപ്പോൾ പ്രവാചകന് നേരെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ശുശ്രൂഷയിലൂടെ നന്മ അനുഭവിച്ചവൻ നാളെ മറ്റൊരു വിധത്തിൽ എതിർത്തു മത്സരിച്ചും പോരാടിയും എഴുന്നേറ്റ് വരുന്നതിൽ എന്താ പറയുന്നത്, അതിശയവുമില്ല. കാര്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ വാക്യം വായിച്ചപ്പോ എന്റെ ഉള്ളത്തോട് ഇടപെട്ടൊരു കാര്യമുണ്ട്. എന്നാന്നറിയാവോ? ഈ വാക്യം കേട്ടപ്പോൾ എന്താണ്, നമുക്കിത് പലപ്പോഴും അറിയാമെങ്കിലും നമുക്കിതിനകത്തെ ആ ആഴമുള്ള കാര്യം നമ്മളൊന്ന് ഗ്രഹിക്കണം, അതിന്റെ മർമ്മങ്ങളൊന്ന് ഗ്രഹിക്കണം. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആഹാബ് ഇത്രയും ദൈവപ്രവൃത്തി കണ്ടിട്ട് എന്തുകൊണ്ടാ ഈ നിമിഷ നേരം കൊണ്ട് ഈ വ്യക്തി മാറിയത്? ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മാറിയത്? അതാണ് ഇസബെല്ലിന്റെ ദേഹത്തുള്ള ഭൂതം. മനസ്സിലാവുന്നുണ്ടോ? അവളുടെ ദേഹത്തിലിരിക്കുന്ന ഭൂതാത്മാവിന്റെ ശക്തി അത്ര വേലായിരുന്നു. ഇങ്ങനെ ഒരു അനുഭവം നമ്മൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും ആത്മീയ ദൂതെല്ലാം പ്രാപിച്ചിട്ട് നമ്മൾ ചിലരുടെ അടുക്ക ചെല്ലുമ്പോ എല്ലാം കൂടെ ഇങ്ങനെ ചോർന്നു പോകുന്നു കണ്ടിട്ടുണ്ടോ? അത് അവരിലിരിക്കുന്ന ഭൂതമാണ്. പച്ചയ്ക്ക് പറഞ്ഞ ഹല്ലേലൂയ. ചിലത് നമ്മൾ പ്രാപിച്ചിട്ട് ചെല്ലുമ്പോ ഒറ്റ വാക്കുകൊണ്ട് അത് തീരും. 2-3 മണിക്കൂർ ദൈവസാന്നിധ്യത്തിൽ ഇരുന്ന മർമ്മങ്ങളെല്ലാം ഗ്രഹിച്ച് സന്തോഷത്തോടെ ചിലരോട് ചെന്ന് സംസാരിക്കുമ്പോൾ അവന്റെ വായിലെ കൃപയില്ലാത്ത യാക്കോബിനോട് ചോദിച്ച കൃത്യമായിട്ട് പറയും, നരകത്തിലെ തീ, അതിനാൽ കത്തിക്കുന്ന ജലം, ആക്കുള്ള ഒരൊറ്റ വാക്ക് വീണാ മതി, ആ പ്രാപിച്ചതെല്ലാം പോവും. ഹല്ലേലൂയ. അപ്പോൾ ഇത് അന്നുകൊണ്ട് ഇന്നുമുണ്ട്, അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഒരു മാറ്റമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് കേട്ട ഉടനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവിടെ പറഞ്ഞ അവൻ എന്ത് സംഭവിച്ചു? അതിന്റെ അടുത്ത വാക്യം വായിക്കുമ്പോ 2-ാം വാക്യം. വായിച്ചോ. അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ശ്രദ്ധിക്കണം, ആ പറച്ചിലിന്റെ അകത്ത് ഒരു പക്ഷേ ഈ ഇസബെല്ലിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചപ്പോഴേ അവളുടെ വിശ്വാസത്തെയും അവളുടെ വിഗ്രഹങ്ങളും അവളുടെ ഈ പ്രവാചകന്മാരെയൊക്കെ പുച്ഛഭാവത്തിലായിരിക്കും ഒരു പക്ഷേ. കാര്യം ഇത്രയും നാളും ഞാൻ ഏലിയാവിനെ പുച്ഛിച്ചോണ്ടിരുന്നപ്പോ കർത്താവ് തിരിച്ചു കൊടുത്തോണ്ട് ഇത് ആരുടെ നേരെ പുച്ഛമായിട്ട് തീർന്നു? നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനെ എല്ലാ കാലത്തും പുച്ഛിക്കാമെന്ന് വിചാരിക്കരുത്. എവിടെയാണോ ദൈവനാമത്തെ പുച്ഛിച്ച് സംസാരിച്ചത് അവിടെ തന്നെ ദൈവത്തിന്റെ ന്യായവിധിയും വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ഒരു പ്രവാചകന്മാര് നിനക്കറിയാവോ, നിന്റെ 450 പ്രവാചകന്മാരല്ലേ? 850, രണ്ടും കൂടെ കൂട്ടി ബാലിന്റെയും അത്രയും പ്രവാചകന്മാര് അവിടെ നിന്നപ്പോ ഞങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ പണ്ട് മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ കരം പിടിച്ചു കൊണ്ടുവന്നതാ. ആ ദൈവം ഏലിയാവിൽ വെളിപ്പെട്ടപ്പോ എന്ത് സംഭവിച്ചതറിയാവോ? നീ ഈ വാഴ്ത്തി പാടിക്കൊണ്ടിരുന്ന ഈ പ്രവാചകന്മാരുണ്ടല്ലോ, അവരിങ്ങനെ കോഴിയുടെ കഴുത്ത് കണ്ടിക്കുന്ന പോലെ ഇങ്ങനെ കൊന്നു തള്ളുന്നുണ്ട്. നിന്റെ പ്രവാചകന്മാരിൽ അവിടെ നിന്ന് ചാകുകയായിരുന്നു പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ചിലത് ദൈവം ചെയ്യും. നമ്മുടെ ദൈവമായത്, നാം സേവിക്കുന്ന ദൈവമായത്. ഹല്ലേലൂയ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവരുടെ എന്താ പറയുന്ന അങ്ങ് അവരുടെ ബംഗ്ലാവിൽ കിടന്നേ, ആഹാബിന്റെ ബംഗ്ലാവിൽ കിടന്നോണ്ട് യഹോവയുടെ നാമത്തിലുള്ള തെറിയും വൃത്തികളും പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ സംഭവം ദൈവം തിരിച്ചു. ഇതൊക്കെ ചെയ്യുന്ന എന്താണെന്നറിയാവോ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഈ പരീക്ഷ എന്നതാ? ഇതിങ്ങനെയുള്ള ചില അസാധാരണമായ അവസ്ഥയിലൂടെ പോവും. ഹല്ലേലൂയ. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു.
ഇതുവരെ താൻ കേട്ടുകേൾവിയെല്ലാം വിട്ടിട്ട് അവിടെ ചെന്ന് നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടപ്പോഴാണ് ആഹാബിന്റെ ഉള്ളത്തിൽ ചില കാര്യങ്ങൾ വന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഈ വാക്യം വായിക്കുമ്പോൾ 19:1 വായിക്കുമ്പോൾ ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാർ വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബലിനോട് പറഞ്ഞു. ഇസബൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികവും ചെയ്യുമാറാകട്ടെ എന്ന്. എന്തുകൊണ്ട് ഏലിയാവ് പേടിച്ചു? ഇനി ഇതൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഏലിയാവ് പേടിച്ചത്? എന്റെ ഉള്ളത്തിൽ ആഴത്തിൽ വീണൊരു ചോദ്യമാണ്. എന്തിനാണ് ഏലിയാവ് പേടിച്ചത്? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? എന്തിനാണ് ഏലിയാവ് ഭയപ്പെട്ടത്? ഏലിയാവ് എന്തിനാ ഭയപ്പെട്ടെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടി ഉള്ളൂ. അതിന് മറുപടി ആരാ പറയുന്നത് അറിയോ? പുതിയ നിയമത്തിൽ ഒരാൾ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരാൾ പറയുന്നുണ്ട്. ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്ന സ്തെഫാനോസ് പറയുന്ന മറുപടി എന്നാന്നറിയാവോ? എന്നാൽ ഏലിയാവിനെ കുറിച്ചല്ല, മറ്റൊരാളെ കുറിച്ചാ. ആരെ കുറിച്ചാ? അത് നമ്മുടെ മോശയെ കുറിച്ചാണ്. ഹല്ലേലൂയ, മോശയെ കുറിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. താൻ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള സുവിശേഷവും രക്ഷയുടെ സത്യവും യഹൂദന്മാരോട് പറഞ്ഞപ്പോൾ, സ്തോത്രം, ഈ ജനം കേൾക്കാൻ മനസ്സില്ലാത്ത കഠിനപ്പെട്ടു പോയ ജനം വളരെയേറെ സ്തെഫാനോസിനോട് പറഞ്ഞ കാര്യങ്ങളോട് മത്സരിച്ചപ്പോൾ, സ്തെഫാനോസിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് മോശയുടെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ വായിച്ചു അതിന്റെ 7-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. ഹല്ലേലൂയ. അവിടെ അതിന്റെ സ്തോത്രം അതിന്റെ 23 മുതൽ വായിക്കാം. അവന് 40 വയസ്സ് തികയാറായപ്പോൾ, ഇത് മോശയുടെ ചരിത്രം വായിക്കുന്നേ. സ്തോത്രം, 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്ന് മിസ്രൈമിനെ അടിച്ചു കൊന്നു. അടുത്ത കേൾക്കണം, പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. 25-ാം വാക്യം, ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. അതാണ് വിഷയം. ആരാ ഇപ്പോൾ ഗ്രഹിക്കാത്തെന്നറിയാവോ? ഇത്രയും വലിയൊരു അതിശയം നടന്നു. അവരുടെ യാഗപീഠത്തിൽ ഒരു തീ ഇറങ്ങിയില്ല. അപ്പോൾ യഹോവയുടെ യാഗപീഠത്തിൽ തീ ഇറങ്ങി. പ്രവാചകന്മാരെ ഓടിച്ചിട്ട് സ്തോത്രം അവിടെ വെച്ച് അവരെ ഒന്നുമില്ല നാശം വരുത്തി. അതിനുശേഷം 3.5 വർഷക്കാലം മഴ പെയ്യാതിരുന്ന ദേശത്ത് മഴ പെയ്തു. അതിനുശേഷം അവരോട് മഴ നിന്നെ തടുക്കാൻ വേണ്ടി നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അയച്ചായി ആഹാബ് ഏലിയാവിനെ ഗ്രഹിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ ഗ്രഹിച്ചില്ല. അതാണ് നമ്മുടെ ഇസ്രായേൽ മക്കളുടെ പ്രശ്നം. അതാണ് ആഹാബിന്റെ പ്രശ്നം. എന്തുകൊണ്ടാ? ആഹാബ് സ്തോത്രം ഏലിയാവ് ചെയ്തത് ഗ്രഹിച്ചില്ല. ഏലിയാവ് ചെയ്തത് ആഹാബ് ഗ്രഹിച്ചില്ല. ഒരു സഹോദരൻ അടികൊള്ളുന്ന കണ്ടിട്ട് അതിന് പ്രതിക്രിയ ചെയ്തപ്പോൾ, ആളുകൾ ഇവൻ ഞങ്ങളെ വിടുവിക്കുമെന്ന് വിശ്വസിച്ച് അവൻ ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ചപ്പോൾ, സ്തോത്രം, ഇസ്രായേൽ മക്കളുടെ വായിൽ നിന്ന് വന്ന ഡയലോഗ് എന്താണെന്നറിയാമോ? അവനെ കൊന്നതുപോലെ നാളെ നീ എന്നെ കൊല്ലൂലെന്ന് എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിക്കണേ. മോശ ഓടിപ്പോയത് എന്തുകൊണ്ടാ? ഫറവോന്റെ കോപം. ആളുകൾ കണ്ട് ഭയപ്പെടാതെ അവരെ വിട്ട് ഓടിപ്പോയി, അല്ലേ? അങ്ങനെയല്ലേ വായിക്കുന്നേ? ഫറവോന്റെ കോപം കണ്ട് ഭയപ്പെടാതെ എന്ത് ചെയ്തു? ഓടിപ്പോയി. ആ വാക്യമൊന്നും അപ്പോസ്തല പ്രവൃത്തി നമ്മളിപ്പോ വായിച്ച് സ്തോത്രം, നമ്മളിവിടെ സ്തോത്രം എബ്രായ ലേഖനം, ഹല്ലേലൂയ, സ്തോത്രം അതിന്റെ 11-ാം അധ്യായം 27-ാം വാക്യം. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം 26 മുതൽ വായിക്കാം. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോകുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം, അവിടെ
രണ്ടാമത്തെ തവണ അവിടെ നിന്ന് ജനവുമായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇതേ ഫറവോന്റെ കോപം ഭയപ്പെട്ടില്ല. എന്നാൽ 40-ാമത്തെ വയസ്സിൽ മോശ എന്ന് ഫറവോൻ അവനെ കൊല്ലുവാൻ നോക്കിയപ്പോൾ ആ ഫറവോനെ പേടിച്ച് ആരോടിപ്പോയി? മോശ ഓടിപ്പോയി. എന്നാൽ ശ്രദ്ധിക്കണേ, ഇതുപോലെ ഓടിപ്പോയതല്ല ഇപ്പൊ ഏലിയാവ്. ഇതുപോലെ ഓടിപ്പോയി. എന്താ കാരണം? ആഹാബ് ഗ്രഹിക്കുമെന്ന് വിചാരിച്ചു. ആഹാബ് ഗ്രഹിക്കുമെന്ന് വിചാരിച്ചു, അവൻ ഗ്രഹിച്ചില്ല. അവന്റെ ഭാര്യ ഗ്രഹിക്കുമെന്ന് വിചാരിച്ചു, ഗ്രഹിച്ചില്ല. അവിടെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ വിഗ്രഹാരാധിയായിരുന്ന ഇസബെലിന് അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, അല്ലേ? ആളുകൾ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വെച്ച് പറഞ്ഞു, നാളെ ഈ നേരത്തെ ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കൊണ്ട് അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പേടിച്ചു. തലേ ദിവസം ഞാൻ ചോദിക്കട്ടെ, നിന്നനിപ്പനി ഇവരെ എല്ലാം തീർത്തതല്ലേ ഈ ദേവന്മാരുടെ പേര് പറഞ്ഞ ഈ ദേവന്മാരുടെ പുരോഹിതന്മാരെയും ദേവന്മാരുടെ പ്രവാചകന്മാരെയും ഒന്നുമല്ലിയത്? അവരോളം വരില്ലല്ലോ ഇസബെല്. പിന്നെ എന്തിനാ ഏലിയാവെ നീ അവളെ പേടിച്ച്? അതിന് കാരണം എന്നാണെന്നറിയാവോ? ഇന്നലെ പകൽ വേള മുഴുവനും ദൈവത്തിന്റെ മഹത്വം ഈ ആഹാബ് മുഴുവൻ കണ്ടു, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു. എന്നിട്ട് അവൻ ഗ്രഹിച്ചില്ലെങ്കിൽ അവള് പറഞ്ഞത് അതുപോലെ ചെയ്യും. കാരണം ആഹാബ് തടുക്കേണ്ടിയിരുന്നു, ആഹാബ് തടുത്തില്ല. ഇങ്ങനെയുള്ളവരുണ്ട് കേട്ടോ വിശ്വാസത്തിൽ. അനേക ദൈവപ്രവൃത്തി കണ്ടിട്ട് ഇങ്ങനെ ശാപം പോലെ വിഷയങ്ങൾ വരുമ്പോൾ നിൽക്കുന്നവരുണ്ട്, പ്രതികരിക്കാതെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ ദൈവം അതൊന്നും കൊണ്ട് നിർത്തത്തില്ല. ശ്രദ്ധിക്കണം, ഏലിയാവ് സ്തോത്രം അങ്ങനെ ഓടിപ്പോകുമ്പോൾ അത് കണ്ട് അവളെ സ്റ്റോപ്പ് ചെയ്യേണ്ടിരുന്ന ആഹാബ്, അത് സാരമില്ല, അവിടെയും അവൻ എന്താ പറയുക, നിഷ്പക്ഷ നിലപാടെടുത്തു. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ട് നിന്റെ നിലപാടുകൾ നിഷ്പക്ഷമാണെങ്കിലുണ്ടല്ലോ, ദൈവത്തിന്റെ സ്തോത്രം ക്രോധത്തിന്റെ അഗ്നി നീ കുടിക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവില്ല? ചിലരുടെ നിലപാട് അങ്ങനെയാണ്. ദൈവത്തിന്റെ വചനം കേട്ടിട്ടും മാനസാന്തരം വരാത്തവരുണ്ട്. ദൈവത്തിന്റെ ആലോചനകളും ദൈവപ്രവൃത്തി കണ്ടിട്ട് വീണ്ടും നിഷ്പക്ഷ നിലപാടെടുക്കുന്നു. എന്തിനാ നീ ആ നിലപാടെടുത്തത്? അതാണ് ചിലരുടെ സ്വഭാവം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ വചനം വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കണം, അവിടെ എന്ത് സംഭവിക്കുന്നു? അടുത്തത് ഏലിയാവ് ഓടി ഓടി പോവുകയാണ്, അല്ലേ? അവനുണ്ടായ വിഷമം എന്താ? കാരണം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ സ്തോത്രം, അതിന്റെ 44-ാം വാക്യം വായിക്കുന്ന സമയത്ത് അവൻ കടലിൽ നിന്നൊരു മനുഷ്യന്റെ കൈ പോലെ ചെറിയ കൈ പോകുന്നത് കണ്ടു. നീ ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടത് രഥം പൂട്ടി പോകുക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘം കൊണ്ടും കാറ്റുകൊണ്ടും കറുത്തു, വൻമഴ പെയ്തു, ആഹാരരഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ഏലിയാവിന് വന്നു, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേൽ എടുത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ഞാൻ ചോദിക്കട്ടെ, ഒരാത്മാവിനെ പ്രാപിച്ച വ്യക്തി എത്ര താഴ്മ ധരിച്ചു പോകും? ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ എത്രത്തോളം താഴ്മ! യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിച്ചപ്പോൾ അവിടെ കണ്ട കാര്യം എന്താണ്? ആ താഴ്മയെ കുറിച്ച് അവിടെ പറയുന്നത്. കാരണം ഏലിയാവ് ഇത്രയും ചെയ്ത വ്യക്തി പറഞ്ഞാൽ മതി, പക്ഷെ അതല്ല. വീണ്ടും താൻ താഴ്മ അനുഭവിച്ചുകൊണ്ട് രഥത്തിന് മുമ്പിലൂടെ ഓടി. ഇത്രയും ഞാൻ ചെയ്തിട്ട് ഹല്ലേലൂയ, ആഹാബ് അത് ഗ്രഹിച്ചില്ല. ആഹാബ് അത് ഗ്രഹിച്ചില്ല എങ്കിൽ സ്തോത്രം, ഇനി അടുത്തത്, ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ എൻ്റെ അവസ്ഥ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ ദൈവമെന്നാണ് ചരിത്രത്തിൽ പരതിയത്. ആ പരതിച്ചെന്ന ഏലിയാവ് ചെന്ന് നിൽക്കുന്ന ഹോരേബിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹോരേബിലാ ചെന്ന് നിന്നത്. ഹോരേബിൽ ആരാ? ഈ ദൈവശബ്ദം കേട്ട മോശയുടെ സടുക്കിൽ ഇറങ്ങി വന്ന ദൈവസന്നിധിയിൽ ഇറങ്ങി ചെല്ലുന്നത്. യാത്രയിൽ അനുഭവിച്ച ടെൻഷൻ, അനുഭവിച്ച മരണഭീതി, അവിടെ ഒരു മനുഷ്യനുമില്ലായിരുന്നു അവനെ ആശ്വസിപ്പിക്കുവാൻ, ഒരു മനുഷ്യനുമില്ലായിരുന്നു അവന്റെ വേദനയെ മാറ്റാൻ, അവന്റെ മുറിവുകളെ തുടയ്ക്കുവാൻ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വെറുതെ വരത്തില്ല കേട്ടോ. ദൈവത്തിന്റെ ദൂതനൊന്നും വെറുതെ ഇറങ്ങി വരത്തില്ല കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ദൂതൻ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏലിയാവ് ചെന്ന് നിന്നിടത്ത് ദൈവത്തിന്റെ ദൂതൻ വന്നത് എങ്ങനെയാ? തകർന്നു കിടക്കുന്നവന്റെ അടുക്കലാ ദൂതൻ വന്നേ. ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ സകലത്തിലും തകരുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അത് സ്വർഗം അയക്കും.
ദൈവത്തിന്റെ ദൂതനെ അയക്കണമെന്നുണ്ടെങ്കിൽ നീ ഏലിയാവിനെ പോലെ ആണോ എന്ന് നോക്കണം. നീ എല്ലാവരും തള്ളപ്പെട്ടോ എന്നുള്ള അടുത്ത് ചിന്തിക്കണം. ആളെ നീ സത്യത്തിന് വേണ്ടി സംസാരിച്ചു, ഗ്രഹിക്കേണ്ടവർ നിന്റെ വചനം കേട്ട് ഗ്രഹിച്ച് നിന്നെ ഉൾക്കൊള്ളുന്നതിന് പകരം നിന്നെ കൊല്ലുവാൻ ഓടിക്കുന്നവരാണെങ്കിൽ നിനക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ ദൂതൻ വരുവാനിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആ നീതി വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ഹോരേബോളം ചെന്നു. താൻ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. 4-ാം വാക്യം, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം. കാരണം എന്നാ? അത്രമേൽ വിഷമമായി പോയി അല്ലേ? കാര്യം ആഹാബ് ഗ്രഹിക്കുമെന്ന് വിചാരിച്ചു. ശക്തിയേറിയ ഒരു ശുശ്രൂഷ നടത്തപ്പെട്ടു. ഈ ശുശ്രൂഷകൾ നടത്തപ്പെടുമ്പോൾ ശുശ്രൂഷകനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ശ്രദ്ധിക്കണം. ശുശ്രൂഷകൾ നടത്തപ്പെടുമ്പോൾ ശുശ്രൂഷകനെ മാനിച്ച് അവൻ അഭിമാനവും മാന്യതയും നൽകുന്ന ഒരു ദൈവമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എന്തിനാണെന്നറിയാവോ ഇതൊക്കെ സംഭവിക്കുന്നേ? അത് സംഭവിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 19-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 15 മുതൽ ഇങ്ങോട്ട് വായിക്കണം. 19-ാം അധ്യായം അതിന്റെ 15 മുതൽ 18 വരെ ഒന്ന് വായിക്കണം. നമുക്കൊന്ന് വായിച്ചാലോ? ഞാൻ ഈ ഭാഗം വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് വായിക്കാം. മറ്റൊന്നുമല്ല, ദൈവം തൻ്റെ ദാസന്മാരോട് സംസാരിക്കും. ഏതു വേദനയിലായിരുന്നാലും സംസാരിക്കും. ഗ്രഹിക്കേണ്ടവർ ഗ്രഹിക്കാതെ സ്വന്തം പഴിയും ദുഷിയും പറഞ്ഞ് അകന്നു മാറുമ്പോൾ ദൈവം വിശ്വസ്തനായിട്ട് കൂടെയുണ്ട്. ഒന്ന്. രണ്ടാമത്, ദൈവം അവനെ പുനഃസ്ഥാപിക്കും. നമ്മൾ വിചാരിക്കുന്ന എന്താണെന്നറിയാമോ? ദുഃഖിച്ച് ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ഏലിയാവിനെ കണ്ട് അവൻ തീർന്നടാ എന്ന് ബോധം എഴുതി വെച്ചാലും ശരി, മടങ്ങി വരുന്നതുണ്ടല്ലോ, നിന്റെ പ്രാണനെ എടുക്കുന്ന ചില പദ്ധതികളായിരിക്കും മടങ്ങി വരുന്നത്. ദൈവത്തിന്റെ അഭിഷിക്തന് നേരെ ദൂഷ്യം പ്രവർത്തിച്ചാൽ പറഞ്ഞാൽ മനസ്സിലാക്കണം, ദൈവം വെറുതെ ഇരിക്കുന്നില്ല. ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് അന്നും ഇന്നും ഒരേ റോൾ തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാക്കണം. അനന്യാസ് സഫീറയും അല്ലേ ദൈവസന്നിധിയിൽ ഇത്രേ വിറ്റെന്ന് പറഞ്ഞ് കൊണ്ടുചെന്നു. അപ്പോസ്തലനായിരുന്നു അവിടെ ഇരുന്ന പത്രോസ് അല്ലേ. അപ്പൊ നുണ പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ആ ക്ഷണത്തിൽ അവൾ മരിച്ച് ആ കെട്ടിയവനും കെട്ടിയവളും ഒറ്റ ദിവസം ഒരേ കല്ലറയിൽ തീർന്നു. നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. മനുഷ്യനാണ് മാനസാന്തരം ആവശ്യം. ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. മനുഷ്യന് മാനസാന്തരം ആവശ്യമാണ്. ആഹാബ് ഇത്രയും കണ്ടിട്ട് മാനസാന്തരപ്പെട്ടില്ല. ആഹാബ് ഇത്രയും കണ്ടിട്ട് ഏലിയാവിനെ ഗ്രഹിച്ചില്ല. അങ്ങനെ വന്നാൽ ദൈവം എന്ത് ചെയ്യും? വായിച്ച വാക്യങ്ങൾ വായിച്ചേ. 19 യഹോവ ഏലിയാവിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ആ മരുഭൂമി വഴിയായി മടങ്ങി പോകുക. നീ എത്തുമ്പോൾ അരാമിന് രാജാവ്, ഞാൻ വായിക്കാം. സ്തോത്രം. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായി യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. കണ്ടോ ഈ സ്തോത്രം. ഈ ജനം ആഹാബ് ഗ്രഹിച്ചില്ല അല്ലേ? ആഹാബ് അവന്റെ ഭാര്യ സത്യം പറഞ്ഞവനെ കൊല്ലാൻ നോക്കി. ഹല്ലേലൂയ. അങ്ങനെ വന്നാൽ ഇത് മടങ്ങിച്ചെല്ലുന്നൊരു ദിവസമുണ്ട്. ഇത് മടങ്ങിച്ചെല്ലുന്നൊരു ദിവസമുണ്ട്. എങ്ങനെ ചെല്ലുന്നതെന്നറിയാവോ? ഇത് മടങ്ങിച്ചെല്ലുമ്പോൾ ഈ ഏലിയാവ് തീർന്നു. ഞാൻ ചോദിക്കട്ടെ, ഹോരേബിലേക്ക് ഓടിപ്പോയതിനെ കുറിച്ച് പിന്നെ ഒരു അറിവുമില്ല. അങ്ങനെ ചില ന്യൂസുകൾ ചിലയിടത്ത് പരക്കുമ്പോൾ ശ്രദ്ധിക്കണം. ദൈവം ഉയരത്തിലിരുന്ന് ചിലത് ഒരുക്കുന്നുണ്ട്. മനുഷ്യന്റെ പരിധിയിലിരിക്കുന്നതാണ് മനുഷ്യൻ ഒരുക്കുന്നതെങ്കിൽ ദൈവം മനുഷ്യന്റെ പരിധികൾക്ക് അപ്പുറത്തിരുന്ന് ചിലത് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ കർത്താവ് ചെയ്യുന്ന കാര്യം എന്താ? അവിടെ ശ്രദ്ധിക്കണം. സ്തോത്രം. അരാമിന് രാജാവായി ആരഭിഷേകം? ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. അടുത്ത ശ്രദ്ധിക്കണം. ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ ഏലീഷെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം.
എന്ന് വേണമെന്ന് പറഞ്ഞു. അടുത്തത് ഹസായേലിന്റെ, ഇത് ശ്രദ്ധിക്കണം, ഈ വാക്യം വളരെ ശ്രദ്ധിക്കണം. ഇത് 3 പേര്, 2 പേരെ രാജാക്കന്മാരായും ഒരുവനെ പ്രവാചകനുമായി അഭിഷേകം ചെയ്യണമെന്നല്ലേ പറഞ്ഞേ. അതും ആഹാബിന്റെ കുടുംബമായിട്ട് തന്നെ വിഷയം. അവിടെയാണ് ദൈവം ചിലത് വെക്കുന്നത്. ഈശോയുടെ പ്രവാചകൻ ഓടിപ്പോയി പ്രവാചകനെ ദുഃഖിപ്പിച്ച് പ്രവാചകന് ഭാരമുണ്ടാക്കിയെങ്കിൽ ദൈവം തന്റെ കാര്യപരിപാടി അവസാനിപ്പിക്കുന്നത് സ്വന്തം തന്റെ കൽപ്പനയുടെ പൂർണ്ണതയായിട്ടാ. 3 പേരെ അഭിഷേകം ചെയ്താൽ എനിക്കെന്നാ ആഹാബ് ചോദിക്കും. യസോദം തൊട്ടു പിന്നിലിരിക്കുന്ന ഇസബലി ചോദിക്കുന്നത് എനിക്കെന്നാ വേണമെന്ന് ചോദിക്കും. എന്നാൽ അതിന് മറുപടി എന്നാന്നറിയാമോ? അടുത്ത് കേൾക്കണം. ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും. യേഹൂവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏലീശ കൊല്ലും. അടുത്തത് എന്താണ്? എന്നാൽ ബാലിനും മാലും മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുമ്മനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിനെ ശേഷിപ്പിച്ചിരിക്കുന്നു. എന്ത് മനസ്സിലായി എന്നറിയാവോ? ഇന്ന് മനസ്സിലാണ്ട് തന്നെ 3 പേരെ അഭിഷേകം ചെയ്യും. ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹൂ തീർക്കും എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ആരാമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവനെ ഇസ്രായേൽ പിടിക്കും. ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവനെ ദൈവം പിടിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അരാമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ജാതീയമാ അത് ചെന്ന് വീഴുന്നത് ഇസ്രായേൽ ദൈവമുള്ള ജനത്തിന്റെ കയ്യിലാ. അധികം വിവേചിക്കേണ്ട അരാമൻ. എന്നാൽ ഇസ്രായേലിന് വിവേചിക്കേണ്ടതുണ്ട്. വിവേചിച്ച് മനസ്സിലാക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് വീഴാതെ വീണ്ടും പോകുന്നത് ആത്മാവിന്റെ ശുശ്രൂഷയുള്ളവന്റെ വാളിന് മുമ്പിൽ ചെന്ന് വീഴുന്നുണ്ട്. അവിടെ ഒന്നും ഒഴിഞ്ഞു പോകത്തില്ല. ഒന്നും ഒഴിഞ്ഞു പോകത്തില്ല. മനസ്സിലാക്കണം, ചില സ്തോത്രം എഴുത്തുകൾ പ്രവാചകന് നേരെ എഴുതുമ്പോ ഓർക്കണമായിരുന്നു. ദൈവത്തിന്റെ പ്രവാചകന് നേരെ നിൽക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഇസബെല്ലെ ഓർക്കണമായിരുന്നു. നിന്റെ കുടുംബം മുടിയാതെ വണ്ണം നീ നോക്കണമായിരുന്നു. ആഹാബേ, നീ ദൈവപ്രവൃത്തി കണ്ടുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന് മഹത്വം കൊടുത്ത് തന്റെ പ്രവാചകന് തക്കതായ സ്ഥാനം കൊടുക്കേണ്ടിയിരുന്നു ആഹാബേ. പക്ഷെ നിന്റെ കുലം മുടിയുന്ന പദ്ധതി നീ ഒരുക്കി വെച്ചു. അവനോട് അസൂയപ്പെട്ടു. പക്ഷെ ദൈവം നീതിമാൻ തന്റെ പ്രവാചകന് മറുപടി കൊടുത്തു. ബാലിന് വിട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിട്ടുണ്ട്. നിന്റെ കൂടെ നിൽക്കാൻ 7000 പേരുണ്ട്. ആരുമില്ലാതെ ഒറ്റയ്ക്ക് കർമ്മേലിൽ നിന്ന ഏലിയാവിന്റെ കൂടെ നിൽക്കാൻ 7000 പേരെ ഒരുക്കിയ ാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽ നേരം നമ്മൾ മനസ്സിലാക്കണം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരായിരുന്നു. അപ്പോൾ ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, ആശ്രയിക്കുന്നെങ്കിൽ കർത്താവ് വലിയവേ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് ആ കുറിവാക്യം വായിച്ച് നമുക്ക് ദൈവസ്ഥലം നമുക്ക് താണിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് അതിശയകരമായ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുവല്ലോ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. എന്നാൽ ഏലിയാവിനെ ഗ്രഹിക്കാത്ത ആഹാബിനെയും അവന്റെ കുടുംബത്തെയും അരാമിന്റെയും ഇസ്രായേലിന്റെയും ഏലീശയുടെയും വാളിന് വേണ്ടി ഒരുക്കി ദൈവം നിർത്തുകയും ചെയ്തു. നമ്മൾ മറന്നു പോകരുത്. വാളിനിരയായി തീരുന്ന വിധങ്ങൾ എന്തെന്ന് നമ്മൾ മനസ്സിലായോ? വാളിനിരയായി തീരുന്നതിന് ചില വഴികളുണ്ട്. അതിന് അർഹമാക്കുന്ന ചില പശ്ചാത്തലം ദൈവം ഒരുക്കും. അതിന് തക്കതായ അതിനെ പഴുത്ത് യോഗ്യമാകുമ്പോഴാണ് ദൈവത്തിന്റെ അതിനെ യോഗ്യമായതിനെ പറിച്ചെടുക്കുവാൻ ഇടയായി തീരുന്നത്. അതുകൊണ്ട് ചില ന്യായവിധിക്ക് യോഗ്യമായി പഴുത്തിരിക്കുന്ന ചില മേഖലകളെ ദൈവം വാളയച്ച് കൊയ്ത്ത് നടത്തുമെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചകനെ ഗ്രഹിച്ചില്ല. മോശയും ഗ്രഹിച്ചില്ല. ഏലിയാവിനെ ഗ്രഹിച്ചോ? മോശയെ ഗ്രഹിച്ചോ? തന്റെ നേരെ ഗ്രഹിക്കുമെന്ന് വിചാരിച്ചു. അവനെ ഉന്തിക്കളഞ്ഞു. ഏലിയാവ് പ്രവർത്തിച്ചു, അവനെ ഉന്തിക്കളഞ്ഞു. പക്ഷേ അവിടെ ചില വാളുകൾ അവിടെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ വായിക്കുന്നത്. ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും. യേഹൂവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ
ഏലി ശൗലും. ആമേൻ, സ്തോത്രം. അങ്ങനെ ചില ന്യായവിധിയുടെ വചനങ്ങൾ വരുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു കാര്യപരിപാടിയുണ്ട്. ഇന്ന് പകർന്നേരം ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനായി തീരുവാൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നിങ്ങളിൽ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷ സന്തോഷം എന്നെണ്ണണം. ഹല്ലേലൂയ. സ്തോത്രം. ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ഏലിയാവിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ സ്തോത്രം ജനം പിന്മാറിയപ്പോഴും ഏലിയാവിനെ ഗ്രഹിക്കേണ്ട ആഹാബ് ഉൾക്കൊള്ളാതെ മാറി നിന്ന് അവന്റെ പ്രാണന് പ്രതിസന്ധി എഴുന്നേൽപ്പിച്ചപ്പോഴും ആ പരിശോധനയും എന്തായി തീർന്നു? അത് സന്തോഷമെന്ന് എണ്ണുവാൻ തക്കവണ്ണം ആ സന്തോഷം പിന്നീട് പ്രതിഫലത്തിന് കാരണമായി തീരുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കഷ്ടങ്ങൾ സഹിക്കുമ്പോഴും വേദനകൾ വരുമ്പോഴും ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ അനുഭവിക്കുന്നത് നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്തവേദനകൾ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പരിശുദ്ധാത്മ വ്യത്യസ്തമായ വഴികളിലൂടെ നടത്തുകയും